മീഡിയ വില്ലേജ് ടെലിവിഷൻ ക്രമീകരിച്ചിരിക്കുന്ന അഭിമുഖത്തിലേക്ക് അഭിമന്യ തറയിൽ പിതാവിന് ഹാർദമായ സ്വാഗതം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രൂപത അധ്യക്ഷന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തദ്ദേശീയരല്ലാത്ത ആൾക്കാർ വരെ അതിലുണ്ടായിരുന്നു. എന്നാൽ തദ്ദേശീയരായിട്ട് വന്ന ആൾക്കാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ചങ്ങനാശ്ശേരി രൂപതക്കാരായിരുന്നുവെങ്കിലും അവരാരും ചങ്ങനാശ്ശേരി ഇടവക അംഗങ്ങളായിരുന്നില്ല. ആദ്യമായിട്ടാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് ഒരു രൂപത അധ്യക്ഷൻ ഉയർന്നു വരുന്നത്. ചങ്ങനാശ്ശേരിക്കാർക്ക്, പ്രത്യേകിച്ച് കത്തീഡ്രൽക്കാർക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു സ്ഥാനലബ്ധിയാണ് അങ്ങയുടേത്. അങ്ങ് എങ്ങനെയാണ് ഈ പുതിയ നിയമനത്തെ നോക്കിക്കാണുന്നത്? ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് വൈദികർ തന്നെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു വലിയ വിസ്മയമായിട്ടാണ് അനുഭവപ്പെട്ടത്. വൈദികനാകാനായിട്ട് വിളി സ്വീകരിക്കാനായിട്ട് സാധിച്ചു. പട്ടണത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കുമ്പോഴും സ്വാധീനങ്ങളിൽ ജീവിക്കുമ്പോഴും ദൈവവിളി കണ്ടെത്താനായിട്ടും അത് ജീവിക്കാനായിട്ടും സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. പിന്നീട് ഈ ഒരു നിയമനം വളരെ ആകസ്മികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒന്ന്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ചിന്തിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു ദൈവ കരുണയുടെ വിസ്മയിപ്പിക്കലാണ് ഈ ഒരു അനുഭവം. ദൈവം നമ്മളെ അവിടുത്തെ പരിപാലനയിലൂടെ അത്ഭുതപ്പെടുത്തുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടോ നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേക മേന്മയുണ്ടായിട്ടോ ദൈവം നമ്മളെ വിളിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ബൈബിളിൽ തന്നെ ഇല്ല. ബൈബിളിലെ ദൈവവിളികളുടെ ചരിത്രമെല്ലാം പരിശോധിക്കുമ്പോൾ ഓരോ വിളിയും കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള ഒരു വിളിയാണ്. വൈദികനായത് സ്നേഹിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കൂടുതൽ ഞാൻ മറ്റുള്ളവരെക്കാളും തമ്പുരാനെ സ്നേഹിച്ചിട്ടുണ്ടോ സംശയമാണ്. പക്ഷേ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മെത്രാൻ സ്ഥാനലബ്ധിയും മറ്റുള്ളവരെക്കാളും കൂടുതലായി ദൈവത്തെ സ്നേഹിക്കാനുള്ളൊരു വിളിയായിട്ട് ഞാൻ കരുതുന്നു. അത് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വൈദികനാകുക എന്നത് തീർച്ചയായും ഒരു വിളിയാണെന്ന് കാലാകാലങ്ങളായി ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളത് അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ വിളി നമുക്ക് ലഭിക്കുന്ന കാലഘട്ടം ഏത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും പറയാൻ സാധിക്കില്ല. അത് ചെറുപ്രായത്തിലാണോ, പ്രായം ചെല്ലുമ്പോഴാണോ, കോളേജിൽ പഠിക്കുമ്പോഴാണോ, ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഇക്കാര്യത്തിൽ ഉറപ്പാണ്. ഈ വിളിയുടെ ബീജം സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ നിക്ഷേപിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിക്ഷേപിക്കുന്നത് കുടുംബത്തിലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ദൈവവിളിയുടെ പിറകിൽ അങ്ങയുടെ മാതാപിതാക്കളുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഈ ഒരു നിയോഗത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ? എൻ്റെ കുടുംബം തീർച്ചയായിട്ടും ഒരു മതപരമായ നിഷ്ഠകളെല്ലാം ഉള്ള ഒരു സാധാരണ കുടുംബമായിരുന്നു. എൻ്റെ അച്ചാച്ചൻ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. അദ്ദേഹം മലങ്കര മാനേജ്മെൻറ്റിൽ സ്കൂളുകളിൽ അധ്യാപകനായിരുന്നു. ഗ്രാൻഡ് ഫാദറിനെയാണ് കുറച്ചുകൂടെ ചങ്ങനാശ്ശേരിക്കാർ അറിയുന്നത്. ഇവിടുത്തെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഹെഡ് മാസ്റ്ററായിരുന്നു അദ്ദേഹം. തറയിൽ സാറ് എന്ന് വിളിക്കപ്പെടുന്ന സാറ്. അങ്ങനെ അധ്യാപകരുടെ ഒരു കുടുംബം. പിന്നെ അമ്മ വളരെയേറെ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ്. അമ്മച്ചിയാണ് ഞങ്ങളെല്ലാവരും വളർത്തിയത്. ഞങ്ങൾ 7 മക്കളുണ്ടായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ അമ്മച്ചി വിധവയായി. അതിനുശേഷം ഞങ്ങളെല്ലാവരും വളർത്തി. അമ്മച്ചി മുടക്കാത്ത ഒരേ ഒരു കാര്യം എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥന കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോകുമായിരുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു. അതുപോലെ എനിക്കും ചെറുപ്പം മുതൽ തന്നെ ദേവാലയത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. എനിക്ക് തോന്നുന്നു ആ ഒരു തരത്തിൽ ഒരു വലിയ പരിശീലനം കിട്ടിയത് കൊണ്ടാവാം തീർച്ചയായിട്ടും ഈ ദൈവവിളി കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അമ്മച്ചി അതുപോലെ മറ്റുള്ളവരും കുടുംബത്തിലുള്ളവരും എല്ലാവരും പുലർത്തിയിരുന്ന ഒരു ആത്മീയമായ ഒരു ചിട്ട, അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കുടുംബത്തിലും പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ആത്മീയമായ ചിട്ടയിൽ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ജീവിതം മറ്റെങ്ങും വഴിതെറ്റിപ്പോകാതെ കർത്താവിൻ്റെ വിളി സ്വീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങ് പറഞ്ഞു അങ്ങ് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ജനിച്ചു, പട്ടണത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്നൊക്കെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ നാട്ടിൻപുറത്ത് ജനിച്ച ആൾക്കാർ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൻപുറത്തിൻ്റെ നന്മ എന്ന് പറയും. ഒപ്പം ഞങ്ങൾ പറയും പട്ടണത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്ന് ഞങ്ങൾ പറയും. ഈ പട്ടണത്തിൽ, ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ നടുക്ക് അങ്ങ് ജനിച്ചിട്ടും എന്തുകൊണ്ട് ഒരു വൈദികനാകാൻ അങ്ങ് തീരുമാനിച്ചു? ഒരു പക്ഷേ കുടുംബത്തിലേക്ക്, എനിക്ക് കുടുംബചരിത്രം കാര്യമായി അറിയില്ല എങ്കിൽ പോലും പിതാവ് ചെറുപ്പത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു.
ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു മകൻ്റെ ചിന്തകൾ പോകേണ്ടത് എങ്ങനെയെങ്കിലും ഒരു വരുമാന മാർഗമുള്ള ഒരു തൊഴിലിലേക്ക് പോയി കുടുംബത്തെ നോക്കണമെന്നൊക്കെയാണ് സാധാരണഗതിയിൽ തോന്നാവുന്നത്. എങ്കിലും ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വൈദികനാകാൻ അങ്ങ് തീരുമാനിച്ചതിൻ്റെ പിറകിലെ പ്രേരണകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ 7 മക്കളിൽ ഏറ്റവും അവസാനത്തെ ആളാണ്. എനിക്ക് തോന്നുന്നു ജ്യേഷ്ഠന്മാരൊക്കെ തന്നെ കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ ഏറ്റെടുത്ത് അവർ ജോലിയൊക്കെ കണ്ടുപിടിച്ച് എൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും പിന്നെ അങ്ങനൊരു ഉത്തരവാദിത്വം എനിക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം മുതലേ അൾത്താരയോടൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മകളിലൊന്ന് അഭിനന്ദ പടിയറപ്പിതാവ് കത്തീഡ്രൽ പള്ളിയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നതും, അപ്പോൾ ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം പിതാവിൻ്റെ ലോവയിൽ നിന്ന് തൊടാനും പിതാവിൻ്റെ അടുത്ത് നിന്ന് കാണാനും ഒക്കെ തിക്കിത്തിരക്കുന്നതും ഒക്കെയാണ്. അതൊരു സന്തോഷകരമായ ഒരു ഓർമ്മയായിരുന്നു. പിന്നീട് ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ തന്നെ കുർബാനക്കളപ്പാടിന് ശേഷം പിറ്റേ ആഴ്ചയോ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഞാൻ കുർബാനയ്ക്ക് കൂടാനായിട്ട് തുടങ്ങി. ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റ് ജോസഫ്സ് ഗേൾസ് LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ പരിശീലിപ്പിച്ചു. എനിക്ക് തോന്നുന്നു മഠത്തിൻ്റെ ചാപ്പലിലാണ് ഞാൻ ആദ്യം കുർബാനയ്ക്ക് കൂടുക. അത് സ്കൂളിലെ കുർബാനയുടെ ദിവസം, ആദ്യ വെള്ളിയാഴ്ച കുർബാനയുടെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നീട് ഞാൻ SP കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം വരെ, പ്രീ ഡിഗ്രി SP കോളേജിൽ പഠിച്ചതിന് ശേഷമാണ് ഞാൻ സെമിനറി ചേരുന്നത്. ആ കാലഘട്ടം വരെ വളരെ സജീവമായിട്ട് ദേവാലയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമെല്ലാം ഞാൻ സഹകരിച്ചിരുന്നു. അതിനെനിക്കൊരു വലിയ അവസരമുണ്ടായി. അങ്ങനെ കൊച്ചന്മാരോടെല്ലാം ഉള്ള നല്ല ബന്ധങ്ങൾ, പിന്നെ ദേവാലയത്തോട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുമെല്ലാം എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. മിഷൻ ലീഗും അതുപോലെ സൺഡേ സ്കൂളും എല്ലാം ഒത്തിരി വളർത്തി, ഒത്തിരി സമ്മാനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ഒത്തിരി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് എനിക്ക് തോന്നി അൾത്താരയോട് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നൊരു ബന്ധമായിരിക്കാം ജീവിതത്തിലെ ഒരു വലിയ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്വാധീനമായിട്ട് മാറി. തറയിൽ പിതാവിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഫോർമേറ്റർ എന്നാണ്. സന്തോഷമാണ് ഞങ്ങൾക്കുമൊക്കെ അത് കേൾക്കുന്നത്. വിശേഷണങ്ങൾ ലഭിക്കുക എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കറിയേണ്ടത് അങ്ങയുടെ ഫോർമേഷൻ കാലഘട്ടം, അതായത് അങ്ങയുടെ സെമിനാരി ജീവിതം, ആ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങേക്ക് എന്താണ് അതേക്കുറിച്ച് പറയുവാനുള്ളത്? സെമിനാരി പരിശീലനം എന്ന് പറയുന്നത് അത് വലിയ ഒരു അവസരവും വലിയ ഒരു ദാനവും ഒക്കെയാണ് ഓരോ വ്യക്തിയെ അതിലൂടെ സന്തോഷകരമായിട്ട് കടന്നു പോകുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയിലേക്കുള്ളൊരു വലിയ തുറവയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മൾ ജീവിതം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം വളർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് സെമിനാരിയിലെ പരിശീലനവും നമുക്ക് കിട്ടുന്ന സാധ്യതകളും. അവിടുത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി, പിന്നെ നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വാധീനം, കുറേ നല്ല വിശുദ്ധരായ വൈദികരെ കണ്ട് വളരാനുള്ള ഒരു അവസരം. വടവാതൂർ സെമിനാരിയിൽ ഞാൻ ഫിലോസഫിക്ക് ചെല്ലുമ്പോൾ അവിടെ 400-നടുത്ത് ബ്രദേഴ്സുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് തന്നെ നമുക്ക് തരുന്ന ഒരു പരിശീലനം, അതെല്ലാം ഒരു വലിയ സ്വാധീനമാണ്. ഫോർമേറ്റർ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഞാൻ ധനഹാലയ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഫോർമേറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അതാരംഭിച്ചത് തോമസ് തൈപ്രമ്പലച്ച് എന്ന് പറയുന്ന നമ്മുടെ രൂപതയിലെ വളരെ സീനിയർ ആയിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ 2011 മരിച്ചുപോയത്. അച്ഛന് പൂനെയിലെ നാഷണൽ വൊക്കേഷൻ സർവീസ് സെൻ്റർ ഡയറക്ടറായിരുന്നു. അവിടെയും അദ്ദേഹം ഇന്ത്യൻ സഭയിൽ തന്നെ സെമിനറി പരിശീലനത്തിലും അതുപോലെ സമർപ്പിതരുടെ പരിശീലനത്തിലും ഏർപ്പെടുന്നവർക്ക് പ്രത്യേകമായൊരു പരിശീലനം വേണം, അത് മനഃശാസ്ത്രവും ആത്മീയതയും എല്ലാം കൂടെ ചേർന്നൊരു പരിശീലനമായിരിക്കണം എന്നൊക്കെ മനസ്സിൽ കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂനെയിൽ ഈ 1 ഇയർ കോഴ്സ് ഫോർമേറ്റേഴ്സിന് വേണ്ടിയുള്ള കോഴ്സുകൾ ക്രമീകരിച്ച വ്യക്തിയാണ്. ഞാൻ പിന്നെ റോമിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ അതേ വിഷയം തന്നെ പഠിക്കാനായിട്ടിടയായി. പിന്നെ തിരിച്ചു വന്നു. ഞാൻ പഠിച്ച വിഷയം തന്നെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു, ആ മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വൈദികരെയും സന്യസ്തരെയും എല്ലാം ആത്മീയ മനുഷ്യരായിട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ വീഴ്ച പോലും നമ്മൾ ചിലപ്പോൾ അംഗീകരിച്ചെന്ന് വരികയില്ല. എന്നാൽ അവർക്ക് വളരെ മാനുഷികമായൊരു തലമുണ്ട്. ഈ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവർ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും അവരുടെ മനസ്സിലുണ്ട്, അത് അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും പരിശ്രമിച്ചിരുന്നത് അവരുടെ ഈ മാനുഷിക ഭാവത്തെ ഒന്ന് തിരിച്ചറിയാനും ആ മാനുഷിക ഭാവത്തോടൊന്ന് കരുണയായിരിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ
അതിനുള്ള ഒരു പരിശീലനവും അതിന് ഉള്ള ഒരു അനുധാവനവും നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുകയായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ടായിരിക്കാം ഫോർമേറ്റർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങ് ക്രിസ്തു ജയന്തി വർഷത്തിൽ 2000 വൈദികനായ ഒരു വ്യക്തിയാണ്. 2000 മുതൽ 2004 വരെ 4 വർഷത്തോളം അങ്ങ് അതിരമ്പുഴ, നെടുങ്കുന്നം, എടത്തുവ, താഴത്തുവടകര എന്നീ ഇടവകളിലൊക്കെ സഹവികാരിയായും പിന്നീട് വികാരിയായും സേവനമനുഷ്ഠിച്ചു. ഇടവകയിലെ അജപാലന ശുശ്രൂഷയെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അവിടെ ഇടവക വികാരി ഒരു ആത്മീയ പുരുഷനായി മാത്രം നിന്നാൽ മതിയോ, അതോ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ കൂടി നോക്കേണ്ട പല മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളായിട്ട് മാറേണ്ട ആളാണോ വൈദികൻ? ഈ അജപാലന ശുശ്രൂഷ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുമ്പോൾ 4.5 വർഷത്തോളം റോമിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അജപാലന ശുശ്രൂഷ നടന്നത്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരു പക്ഷേ ഓർഡിനേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് പഠനത്തിന് പോകുന്നതിനേക്കാളും ഒക്കെ വലിയൊരു അനുഭവമായിരുന്നു. 4.5 വർഷം 4 ഇടവകകളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്കതൊരു വണ്ടി പോലും ഇല്ല, ബൈക്കില്ല, കാറില്ല, ഒന്നുമില്ല. നടന്ന് തന്നെ പോകും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരുടെ കമ്പനി കൂടി അങ്ങനെ പോകും, അല്ലെങ്കിൽ ബസ്സിൽ കയറി യാത്ര ചെയ്യും. അങ്ങനെ ഇടവുകളിലെ ഭവന സന്ദർശനത്തിൽ ഒത്തിരി ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിരുന്ന പള്ളികളിലെല്ലാം 6 or 7 പ്രാവശ്യമൊക്കെ ഞാൻ അവരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ ബോധ്യം, വൈദിക ശുശ്രൂഷ എന്ന് പറയുന്നത് കതക് തുറന്നിട്ടാൽ, മുറിയുടെ കതക് തുറന്നിട്ടാൽ നന്മ ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു ശുശ്രൂഷയാണ് വൈദികൻ്റേത്. കഥ അടച്ചിടരുത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളായ സെമിനറിക്കാരോടെല്ലാം പറയുമായിരുന്നു, നിങ്ങൾ കഥ അടച്ചിടരുത്. കഥ അടച്ചിട്ട് കഴിഞ്ഞാൽ ആരും വരില്ല. അവർ പറയും അച്ഛൻ റെസ്റ്റ് എടുക്കുക, അപ്പോൾ അവൻ ശല്യപ്പെടുത്തണ്ട. പക്ഷെ കഥക് തുറന്നിട്ടാൽ ആരെങ്കിലും ഒക്കെ വരും. ഏത് സമയത്ത് തുറന്നിട്ടാലും അവർക്ക് ചില സമയം ഇരിക്കാനായിരിക്കും, ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കാനായിരിക്കും, എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും. അതാണ് നമ്മുടെ ഒരു ശുശ്രൂഷയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ സാറ് ചോദിച്ചു, ഈ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാത്രം നിന്നാൽ മതിയോ? എല്ലാ ആത്മീയതയാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇടവകയിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി ഭവന നിർമ്മാണ പരിപാടികൾക്ക് പോകുമായിരുന്നു. എനിക്കൊന്ന് ഒരു വർഷം ഒരു വീട് വീതം, എല്ലാ വർഷവും ഓരോ വീട് വീതം തീർത്തു കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഭൗതിക അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവൃത്തി എന്നുള്ളതിനേക്കാൾ ഒരു വൈദികൻ അത് ചെയ്യുമ്പോൾ അത് ആത്മീയ പ്രവൃത്തി തന്നെയാണ്. കാരണം അതിലൂടെ ഈ ചെറുപ്പക്കാരെല്ലാം ഒരു ആത്മീയതയിലേക്ക് തന്നെ വളരുകയാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇന്ന് ഒത്തിരിയേറെ ഗൈഡൻസ് ആവശ്യമുള്ളത്. നമ്മുടെയൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലികളിൽ ഇന്നും ആൾക്കാർ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം തെറ്റായ സ്ഥാപനങ്ങളിലൊക്കെ പോയി ചേരുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷവും കേട്ടു അങ്ങനത്തെ. നമ്മൾ അത്ഭുതപ്പെടും, ഇത്രയും വിദ്യാഭ്യാസവും വിവരമായിട്ട് ഈ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും മണ്ടത്തരം കാണിക്കുന്നത്, പൈസ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗൈഡൻസ് കൊടുക്കുക, കുട്ടികൾക്ക് പഠന സഹായത്തിനായിട്ട് സാമ്പത്തികമായി സമാഹരിക്കുക, ഇതൊക്കെ നമുക്ക് ഒത്തിരിയേറെ സംതൃപ്തി നൽകുന്ന അനുഭവങ്ങളാണ്. അതോടൊപ്പം ഇതെല്ലാം ആത്മീയ പ്രവൃത്തികൾ തന്നെയാണ്. ഈ ഒരു നന്മ ചെയ്യാൻ നിർബന്ധിതമാകുക, ഇതുപോലെ സാധ്യതയുള്ളൊരു ശുശ്രൂഷ മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുപോലെ എൻ്റെ ഒരു ബോധ്യം, നമ്മൾ പഴയ ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ വായിക്കുന്ന ഒരു ഓൾഡ് വില്ലേജ് പ്രീസ്റ്റ് ഉണ്ടല്ലോ, കുടയൊക്കെ കുത്തി വീടുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നവർ, ആ ഒരു റോളിന് ഇന്നും സാങ്കത്യമുണ്ട്. ലോകം ഹൈടെക്കായി, ആൾക്കാർക്ക് സമയമില്ല, പക്ഷേ ഇപ്പോഴും ജനം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു വൈദികനെ അവരുടെ വീട്ടിൽ വരാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും. അജപാഠന ശുശ്രൂഷ പഴയ രീതിയിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത്. പക്ഷേ അതിനിപ്പോഴും വലിയ പ്രസക്തിയുണ്ട്. അങ്ങ് ഉപരിപഠനത്തിനായി പോയത് റോമിലേക്കാണ്. റോമിൽ ചെല്ലുമ്പോൾ പല ദേശങ്ങളിൽ നിന്നുള്ള പിതാവിനെ പോലെ പഠിക്കാൻ വന്നിട്ടുള്ള യുവ വൈദികരെ കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റോമിൽ ചെല്ലുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ വൈവിധ്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ചങ്ങനാശ്ശേരിയിൽ നടക്കുമ്പോൾ, കേരളത്തിൽ നടക്കുമ്പോൾ, ഇന്ത്യയിൽ നടക്കുമ്പോൾ നാം കാണുന്ന പതിവ് മുഖങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ കാണുക. വളരെ വ്യത്യാസമുള്ള ആൾക്കാരെ കാണാൻ പ്രയാസമാണ്. എന്നാൽ റോം പോലെയുള്ള ഒരു സ്ഥലത്ത്, വറ്റിക്കാൻ പോലെയുള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ പല കോണിൽ നമുക്കൊപ്പമുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങയുടെ റോമൻ പഠനകാലത്ത് എങ്ങനെയാണ് കാണുന്നത്? റോമൻ പഠനകാലം നമ്മുടെ മനസ്സിൻ്റെ അതിരുകളെ ഒത്തിരി തുറന്ന ഒരു കാലഘട്ടമാണ്. അത് കാഴ്ചപ്പാടുകളെ പോലും മാറ്റുന്ന ഒരു കാലഘട്ടമാണത്.
അത് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് ആ ഒരു അനുഭവം. കാരണം ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ സൈക്കോളജി പഠിക്കാൻ പിതാവ് എന്നെ അമേരിക്കയിലായിരുന്നു വിട്ടതെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു ഭാഷ പഠിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നതിന് ഒരു ഭാഷ ഇംഗ്ലീഷ്, നമ്മളിവിടെ പറയുന്ന ഇംഗ്ലീഷ് ഇച്ചിരി നന്നായിട്ട് പറയാൻ പഠിക്കും ഇങ്ങനെ പോരും. പക്ഷേ റോമിൽ ചെന്നു ഉടനെ തന്നെ നമ്മൾ ഇറ്റാലിയൻ ഭാഷ പഠിക്കണം. പിന്നെ ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്നു, നമ്മൾ ഇറ്റലിയിലെ പല ഇടവുകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം, നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു വൈദികനായിട്ട് അങ്ങോട്ട് ചെല്ലുക, അവരുടെ വികാരിച്ചനെ സഹായിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവരൊത്തിരി റെസ്പെക്റ്റ് ചെയ്യുക, അവരൊത്തിരി ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് ചെല്ലുക. നമ്മൾ ആദ്യത്തെ വർഷമൊക്കെ പൊട്ട ഭാഷയായി പറയുന്നത്, എന്നാലും ഈ മനുഷ്യർ വന്ന് നമ്മളെ ക്ഷമയോടുകൂടി അവർ കേൾക്കുന്നതും നമ്മുടെ പ്രസംഗമൊക്കെ നമ്മൾ വായിക്കുക, അപ്പോൾ അവരെല്ലാം കേൾക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാനെപ്പോഴും ഓർക്കും, നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം, നമ്മുടെ നാട്ടിൽ വേറൊരു തമിഴ്നാട്ടിൽ നിന്ന് പോലും ഒരു സഹോദരൻ വന്ന് മലയാളം പറഞ്ഞാൽ നമ്മളവനെ കളിയാക്കും. നമുക്ക് ഈ പരിഹാസം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇവർ നമ്മളെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അതെനിക്കൊന്നും ഒരു വളരെ ക്രിസ്ത്യൻ കൾച്ചറാണ്, അതൊരു ക്രൈസ്തവമായ ഒരു സംസ്കാരം. അവിടെ ദൈവമില്ലാതെ അല്ലെങ്കിൽ ദൈവത്തോട് താല്പര്യമില്ലാത്ത മനുഷ്യരാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും, പക്ഷേ വളരെ ഡീപ്പ് ക്രിസ്ത്യൻ വാല്യൂസ് അവൻ്റെ കൾച്ചറിലുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിൽ പോകാനായിട്ട് സാധിക്കുന്നു, അവിടെ നമ്മൾ ജോലി ചെയ്യുന്നു അവധിക്കാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ. പിന്നെ പരിശുദ്ധ മാർപ്പാപ്പായോടും സാർവത്രിക സഭയോടുമുള്ള വളരെ പ്രത്യേകമായൊരു ബന്ധം, അത് റോമിലെ സവിശേഷമായൊരു അനുഭവമാണ്. നമ്മൾ മാർപ്പാപ്പായുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. മാർപ്പാപ്പായോട് തന്നെ ഒരു വലിയ ബന്ധം. ഞാനവിടെ ചെന്ന വർഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചു. അതിനകത്ത് ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒരു പ്രത്യേകമായ ആത്മീയ അനുഭവമായിരുന്നു. ബെനഡിക്റ്റ് 16 പാപ്പായുടെ സ്ഥാനാരോഹണം, അൽഫോൻസാമയുടെ നാമകരണം എന്ന് തുടങ്ങി കുറേ നല്ല മുഹൂർത്തങ്ങളിൽ സാക്ഷിയാകാനായിട്ട് സാധിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സഭയോട് ഒത്തിരി സ്നേഹവും പിന്നെ സഭാ മാതാവിൻ്റെ ഒരു സാർവത്രികതയും വിശാല മനസ്സുമെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് നട്ടപ്പാതിരയ്ക്കും അവിടെ നമുക്ക് നടന്നു പോകാം. നമ്മളെ ആരും ഇന്ത്യക്കാരെന്ന് വിളിച്ച് കളിയാക്കാൻ വരികയില്ല, അല്ലെങ്കിൽ നമ്മളെ ആദരിക്കാതെ വരികയില്ല. ഒരു ഓഫീസിൽ പോലും കൈക്കൂലി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഒരു കാര്യത്തിനും. അവർ ഇറ്റലിക്കാർക്ക് കിട്ടുന്ന അതേ വില തന്നെ അവർ നമുക്കും തരുന്നു. അതൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു വൈദികൻ ഡോക്ടറേറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിയോളജി അല്ലെങ്കിൽ ഫിലോസഫി, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ കമ്പാരറ്റീവ് സ്റ്റഡി, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പതിവ്. എന്നാൽ അങ്ങ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് സൈക്കോളജിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു വൈദികനാകാൻ, ഒരു നല്ല വൈദികനാകാൻ നമ്മൾ പറയും ദർ ആർ ഗുഡ് പ്രീസ്റ്റ് ആൻഡ് ദർ ആർ ഇഫക്റ്റീവ് പ്രീസ്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവ് പ്രീസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് സപ്പോസ് സംബഡി വാണ്ട്സ് ടു ബി ആൻ ഇഫക്റ്റീവ് പ്രീസ്റ്റ്, അതിന് ഈ മനഃശാസ്ത്ര പഠനം എത്രമാത്രം സഹായകരമാകും എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ എനിക്കൊരു ചോയ്സ് തന്നിരുന്നെങ്കിൽ ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ പോകുമെന്ന് സംശയമാട്ടോ ഇപ്പോഴും. ഞാൻ ദൈവശാസ്ത്രം തന്നെ പഠിക്കാൻ പോയേനെ. കാരണം ദൈവശാസ്ത്രം ഇഷ്ടമായിരുന്നു. ഞങ്ങളെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവും ഒക്കെ സെമിനാറിലൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രത്തോടൊരു സ്നേഹവും ഒരു ഇഷ്ടവും ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷേ എന്തുകൊണ്ടോ പൗത്യ എന്നെ മനഃശാസ്ത്രം പഠിക്കാനായിട്ടാണ് വിട്ടത്. അവിടെ ചെന്ന് പഠിച്ച് തുടങ്ങി. അതൊരു 4 വർഷത്തെ ഒരു പ്രത്യേകമായ ഒരു കോഴ്സായിരുന്നു. അതായത് സൈക്കോതെറപ്പി പഠിപ്പിക്കുന്നു, ക്ലിനിക്കൽ സൈക്കോളജി പഠിപ്പിക്കുന്നു, പക്ഷേ അതെല്ലാം ഒരു ക്രിസ്ത്യൻ ആന്ത്രപ്പോളജിയുടെ പശ്ചാത്തലത്തിലാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ സ്റ്റുഡൻസിന് 15 പേരെ ഒരു കോഴ്സിനകത്ത് എടുക്കത്തുള്ളൂ. ആ 15 പേരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തന്നെ ഒരു സൈക്കോതെറപ്പി നടത്തണം. യു ഹാവ് ടു അണ്ടർഗോ എ പേഴ്സണൽ തെറപ്പി ഫോർ യുവർ സെൽഫ്. അത് വിത്ത് എ പ്രൊഫസർ. അപ്പം നമുക്കത് അത്ര ദഹിക്കുന്നൊരു കാര്യമല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ബാക്കിയുള്ളവരെ കൗൺസിലിംഗ് നടത്താൻ വേണ്ട ഇവിടെ വന്നിരിക്കുന്നതല്ല, അത് എനിക്ക് കൗൺസിലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, കുഴപ്പമില്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല. യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ഓഫ് ദ കോഴ്സ്. പക്ഷേ അത് തുടങ്ങി ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം 3/4 മണിക്കൂർ വീതം പ്രൊഫസറുടെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ഭിത്തിയിരിക്കുന്നതിൽ അവിടെ ഇരിക്കും. ഒരു സൈക്കോ അനാലിറ്റിക് സൈക്കോതെറപ്പിയാണ്, അതിലൂടെ കടന്നു പോവുകയാണ്. 4 വർഷം എല്ലാ ആഴ്ചയിലും 2 മണിക്കൂർ വീതം. എനിക്ക് തോന്നുന്നു അത് എന്നോട് തന്നെ ഒത്തിരി കരുണയായിരിക്കാൻ എന്നെ ഒത്തിരി സഹായിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളും ഈ സെൽഫ് അവെയർനെസ്സിൻ്റെ കുറവുണ്ട്. നമുക്ക് നമ്മളെ അറിയത്തില്ല. ബാക്കി കുറേ പേർക്ക് ഏതാണ്ടൊക്കെ അറിയാം, നമുക്ക് നമ്മളെ തന്നെ അറിയത്തില്ല.
അപ്പോൾ ആ ഒരു അബോധ മനസ്സിനെയും അതുപോലെ വർഷങ്ങളോളം നീണ്ട നമ്മുടെ വളർച്ചയും പരിശീലനവും നമ്മളെ സ്വാധീനിച്ച വഴികളും ഒക്കെ അറിയുമ്പോൾ നമുക്ക് നമ്മളോട് പുച്ഛം ചിലപ്പോൾ തോന്നും, പക്ഷേ അതെല്ലാം മാറി ഒരു കരുണയും സ്നേഹവുമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന അനുഭവമായിട്ട് മാറും. ഈശോ പറഞ്ഞു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ എന്നുള്ള ക്ലോസൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് അയച്ചിട്ടാണ് മനസ്സിലായത്. നിന്നെ നീ സ്നേഹിക്കണം, നിന്നോട് നീ കരുണയായിരിക്കണം. അപ്പം ഞാൻ എൻ്റെ മനഃശാസ്ത്ര വിദ്യാർത്ഥികളോടെല്ലാം പറയാറുള്ള ഒരു കാര്യം, നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് ആരെയും ലേബിൾ ചെയ്യാനല്ല, അവനാ കുഴപ്പമുണ്ട്, ഇവന് ഈ പ്രശ്നമുണ്ട്, അവനാ മറ്റേ പ്രശ്നമുണ്ട്, അതിന് വേണ്ടിയിട്ടല്ല. മറിച്ച് നിന്നോടും മറ്റുള്ളവരോടും നമ്മളോടും മറ്റുള്ളവരോടും കരുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു അത് ആ ഒരു തലത്തിൽ മനഃശാസ്ത്രം പഠിച്ചാൽ, അതിപ്പോൾ എല്ലാവരും പഠിച്ചാൽ ആ ഒരു തലത്തിലേക്ക് വരുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെക്യുലർ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു പേഴ്സണൽ തെറപ്പി അത് കിട്ടുമോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ ഞാൻ പറയും അജപാലന ശുശ്രൂഷയെ ഇതുപോലെ സഹായിക്കുന്ന മറ്റൊരു ശാസ്ത്രമില്ല. കാരണം ഇത് ശരിക്കും നിന്നോടും മറ്റുള്ളവരോടും കരുണയായിരിക്കാൻ വേണ്ടി നിന്നെ സഹായിക്കുന്നതാണ്. എൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറയും എൻ്റെ ധ്യാന പരിപാടികളെ സ്വാധീനിച്ചിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, പിന്നെ അവിടെ നടത്തുന്ന കൗൺസിലിംഗ് ശുശ്രൂഷകൾ, പ്രസംഗങ്ങളെ ഒക്കെ ഇത് സ്വാധീനിക്കുകയാണ്. പക്ഷേ അടിസ്ഥാനം ഈ തന്നോട് തന്നെയുള്ള കരുണയാണ്. സാധാരണഗതിയിലൊരു വൈദികൻ പഠനം കഴിഞ്ഞു, ഇടവവികാരിയായി അല്ലെങ്കിൽ ഉപരിപഠനം കഴിഞ്ഞു, തിരിച്ചു വന്നു. ഏതാണോ പഠന മേഖല ആ പഠന മേഖലയിൽ ശുശ്രൂഷകൾ നടത്തുന്നു. ഇതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവും പ്രഭാഷകനുമൊക്കെ ആയിട്ട് മാറി. ഇത് അങ്ങെടുത്ത ഒരു തീരുമാനമാണോ അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ? സംഭവിച്ചു പോയതാണ്. കാരണം ഞാൻ ആദ്യ വർഷങ്ങൾ മുതൽ, ആദ്യം ഞാൻ അതിരമ്പുഴ പള്ളിയിലാണ് തുടങ്ങിയത്. ആദ്യ വർഷം തന്നെ ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബൈബിൾ കുറച്ചുകൂടെ ഒക്കെ പഠിക്കണം. അപ്പം അതിന് മാർഗ്ഗം എന്താ, കുറച്ച് പേരെ കൂട്ടാം. അങ്ങനെ അതിരമ്പുഴ പള്ളിയിൽ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ കൊച്ചന്മാർ കൂടി തുടങ്ങിയ ഒരു ബൈബിൾ ക്ലാസ്. അതിലൂടെ ബൈബിള് കുറേ പേര് വരും, വളരെ കുറച്ച് പേരാണെങ്കിലും എല്ലാവരും എല്ലാ ആഴ്ചയിലും വരും, 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കും. അങ്ങനെ കുറേ ബൈബിളിലെ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഒരവസരം കിട്ടി. അത് പിന്നെ നമ്മുടെ പ്രഭാഷണങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളെയും സ്വാധീനിച്ചു. പിന്നെ കുടുംബ കൂട്ടായ്മകളിലെ വചനപ്രഘോഷണം ഒരു വലിയ സന്തോഷമായിട്ട് മാറി, ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇടപെടലുമൊക്കെ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നെടുങ്കുന്നം പള്ളിയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിയിലെ കൊച്ചച്ഛൻ എന്നോട് ചോദിച്ചു, ഇവിടെ ഒന്ന് ധ്യാനിപ്പിക്കാവോ? കൊച്ചു പള്ളിയാണ്, അവിടെ വലിയ ധ്യാന ഗുരുക്കന്മാരെയൊന്നും കിട്ടത്തില്ല. പിന്നെ പോയേക്കാം, നമുക്കങ്ങനെ ഒരവസരവും നമ്മൾ കളയത്തില്ലല്ലോ. അങ്ങനെ അങ്ങ് ഒരുങ്ങി തുടങ്ങി. എനിക്കൊന്ന് അന്ന് ഒരുങ്ങിയ ആ കടലാസുകൾ വെച്ചുകൊണ്ടാണ് പിന്നീട് ഒരു 2-3 വർഷം ഞാൻ ഇടവകളിലെല്ലാം പോയത്. അങ്ങനെ അങ്ങ് തുടങ്ങി നമ്മുടെ കൊച്ചു പള്ളികളിൽ പോന്നു. ഒരു വലിയ മാസ് മൂവ്മെൻ്റ് ഒന്നും എൻ്റെ ധ്യാനപ്രസംഗം കേൾക്കാൻ വന്നിട്ടില്ല. പക്ഷേ വരുന്നവരൊക്കെ വരും, അവർ ഇടവക ധ്യാനത്തിന് വരുന്നു, വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ പഠനം കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെമിനറികളിൽ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചു. അതേ തുടർന്ന് വൈദികരുടെ പല ഗ്രൂപ്പുകൾക്ക് പല രൂപതകളിൽ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചു. ആദ്യം എറണാകുളം അതിരൂപതയിലാണ് ആരംഭിച്ചത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ 1-2 പ്രാവശ്യം അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റികൾക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് പോകാൻ സാധിച്ചു. എനിക്കൊന്ന് നമ്മുടെ രൂപതയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടവുകളിലും പ്രഭാഷണവും ധ്യാനവും ഒക്കെ ആയിട്ട് ഞാൻ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ തീരുമാനം എന്നുള്ളതിനേക്കാളും അതൊരു അജപാലന തീക്ഷ്ണത കൊണ്ട് സംഭവിച്ചു പോയി. ധനഹാലയുമായി ബന്ധപ്പെട്ട് അങ്ങ് പ്രവർത്തിക്കുമ്പോൾ അങ്ങയുടെ ശുശ്രൂഷകളുടെ പ്രയോജനമെടുത്ത ഒരു പ്രധാനപ്പെട്ട സമൂഹം യുവജനങ്ങളാണ്. യുവജനങ്ങളെക്കുറിച്ച് ധാരാളം നല്ലത് കേൾക്കുമ്പോൾ തന്നെ ധാരാളം മോശവും കേൾക്കുന്നു. യുവജനങ്ങളിൽ നന്മ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ തിന്മയുടെ ശക്തികൾ വളരെ ശക്തമാണ്. ഈ നന്മയെ കീഴടക്കാനും മാത്രം ശക്തിയാണ് തിന്മയുടെ ശക്തിക്ക്. ഈ നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള ഈ ഒരു പോര് നമ്മുടെ യുവാക്കളിൽ എത്രമാത്രം അങ്ങ് കണ്ടിട്ടുണ്ട്? എന്താണ് ഇതിനുള്ള പരിഹാരമാർഗമായി അങ്ങേക്ക് പറയാനുള്ളത്? ഈ നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള പോര് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നും മുതിർന്നവർ ചെറുപ്പക്കാരെക്കുറിച്ച് ഇച്ചിരി സംശയം പറയും, എല്ലാ കാലഘട്ടങ്ങളിലും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ശരിയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കാലത്തേക്കാളും നമ്മുടെ ചെറുപ്പക്കാരോട് കരുണയായിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് കിട്ടിയ പല സഹായങ്ങളും അവർക്കില്ല, പിന്തുണകൾ അവർക്കില്ല ജീവിക്കാനായിട്ട്, സർവൈവ് ചെയ്യാനായിട്ട്.
ഇപ്പം ഞാൻ 7 മക്കളുടെ അവസാനത്തെ മകനായിട്ട് ഞാൻ ജീവിച്ചു. 7 മക്കളിൽ അവസാനത്തവനായിട്ട് ഞാൻ ജനിച്ചു ജീവിച്ചു. അത് വീട്ടിൽ തന്നെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ കളക്റ്റീവ് എഫേർട്ട്. ഇപ്പോൾ അതല്ല, പേരൻസ് എല്ലാം വളരെ ലോൺലി ആയി. കുട്ടികൾ എന്ത് ഏകാന്തതയിലാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അവരുടെ തരപ്പടിക്കാരില്ല, അവരുടെ സമപ്രായക്കാരില്ല, കളിക്കാനായിട്ട് ആൾക്കാരില്ല, ഔട്ട്ഡോർ ഗെയിംസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരിക്കും നമ്മുടെ ഈ പിള്ളേരുടെ ഇൻ്റർനെറ്റും സോഷ്യൽ നെറ്റ്വർക്കിങ്ങും മൊബൈലും ഒക്കെ കുറ്റം പറയുമ്പോഴും ഇതെല്ലാം തുടക്കക്കാരാകുന്നത് പേരൻസാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ മുറിയിൽ നിറക്കാതെ വളർത്തി അതുങ്ങളുടെ ലോകം അങ്ങ് ഇടുങ്ങി പോവുക. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കേണ്ട സമയമായി, പിള്ളേരെല്ലാം കളിക്കാൻ വിടണം, അത് അത്യാവശ്യമാണ്. പണ്ട് പഠിക്കണമെന്നായിരുന്നു പറയുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കളിക്കാൻ പോകണമെന്ന് പറയേണ്ട സമയമായി. കാരണം അത്രമാത്രം ഒറ്റപ്പെട്ടു പോവുകയാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ഓരോ രക്ഷപ്പെടലിൻ്റെ ഓരോ തുരുത്തുകൾ തേടുകയാണ്. അങ്ങനെയാണ് ഇവർ അഡിക്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് നമുക്കുണ്ടായിരുന്ന അത്രയും ഒരു പിന്തുണ ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. സോഷ്യൽ ബാക്കിംഗ് അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ കുറച്ചും കൂടെ കരുണയും സ്നേഹവും കരുതലും എല്ലാം കാണിക്കണം. അത് അവരെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവരെ ജഡ്ജ് ചെയ്യാതെ അവരുടെ കൂടെ നടന്ന് അവരുടെ ലോകം ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ സാർ പറഞ്ഞ പോലെ അവർക്ക് ഒത്തിരി നന്മകളുണ്ട്. നമുക്കില്ലാത്ത തരത്തിൽ ഉള്ള തുറവി അവർക്കുണ്ട്. കുറച്ചും കൂടെ നമ്മളെക്കാളും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അവർ ചിലപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതിനകത്തിപ്പം മര്യാദയെന്ന് ഇച്ചിരി കുറഞ്ഞു പോകും, പക്ഷേ കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കിയൊക്കെ പറയും. അത് നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ഇഷ്ടപ്പെടത്തില്ല. എന്നാലും മനസ്സിൽ ഒന്ന് വെച്ചോണ്ട് മറ്റൊന്ന് പെരുമാറുന്ന രീതിയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളതുപോലൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ മൂല്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പിള്ളേർക്ക് സാധിക്കുന്നില്ല. അത് കണ്ടെത്തി അവരെ നമ്മൾ ആ ഒരു തരത്തിൽ കുറ്റപ്പെടുത്താതെയും വിധിക്കാതെയും അവരുടെ കൂടെ നടന്ന് അനുധാവനം ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഞാൻ പറയും, നല്ല കഴമ്പുള്ള കുടുംബങ്ങളാണെങ്കിൽ, നല്ല കരുത്തുള്ള കുടുംബങ്ങളാണെങ്കിൽ പിള്ളേർ ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും അവരിങ്ങനെ തിരിച്ചു വരും. അത് അവിടെ നമുക്ക് കുറവ് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് മറ്റുള്ളവരെ നോക്കിക്കാണാൻ, മറ്റുള്ളവരുടെ ജീവിതശൈലി എന്ത് എന്ന് ഒരല്പം സമയമെടുത്ത് പരിശോധിക്കാൻ സമയമില്ലാതായി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ എനിക്ക് ഈ അടുത്ത സമയത്ത് അങ്ങനെ അല്പസമയം കിട്ടി. ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോൾ എനിക്കൊപ്പം യാത്ര ചെയ്ത കുറേ ആൾക്കാരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, അവരെന്ത് ചെയ്യുന്നു, ഒരു യാത്രയിലായിരിക്കുന്ന യുവജനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിൻ അടുത്ത ഫ്ലൈറ്റ് കാത്തിരിക്കുന്ന സമയം മിക്കവാറും 1-2 മണിക്കൂർ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഈ 2 മണിക്കൂർ എനിക്ക് ചുറ്റും ഇരിക്കുന്ന യുവജനങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ കാര്യമാത്ര പ്രസക്തമായി ഞാൻ ഈ അടുത്ത ദിവസം നടത്തുകയുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇവരാരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരാരും സംസാരിക്കുന്നില്ല. ഇനി പോട്ടെ, ഞാനത് യുവജനങ്ങളെപ്പറ്റി മാത്രം പറഞ്ഞ് ആക്ഷേപിച്ച് മാറ്റി നിർത്താനല്ല. അവിടെ ഇരിക്കുന്ന ആരും സംസാരിക്കുന്നില്ല. ഈവൻ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നില്ല. ഭർത്താവിൻ്റെ കയ്യിൽ ടാബുണ്ട് എങ്കിൽ ഭാര്യയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. യുവജനങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. പോട്ടെ, അതവർ അവിടെ ഇരിക്കുമ്പോൾ ഉപയോഗിക്കട്ടെ. പക്ഷേ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുമ്പോഴും ഈ ഉപയോഗം തുടരുന്നു. അതിനു മുൻപ് എമിഗ്രേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾക്കവിടെ വിസ അടിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാൻ അല്പം താമസം എടുക്കുമായിരിക്കും. ഒരു ക്യൂവിൽ നമ്മൾ 15 മിനിറ്റ് നിൽക്കണം. അല്ലെ ദുബായ് പോലുള്ള വലിയ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ കൗണ്ടറിലേക്ക് നടന്ന് ചെല്ലാൻ 2-3 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഈ നടപ്പിനിടയിൽ, എലിവേറ്റർ നിൽക്കുന്നതിനിടയിൽ ഫുൾ ടൈം ഇവരെല്ലാം തന്നെ അവരുടെ സ്മാർട്ട് ഫോണിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. ഇത്തരം പുതിയ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് നവ സമ്പർക്ക സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ എന്താണ് ഈ ഒരു തരുണത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, സ്മാർട്ട് ഫോൺ, കുട്ടികൾ കൂടുതലും ഇതുമായിട്ട് ചെലവഴിക്കുന്നു, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് വലിയ ആശങ്കകളും ചർച്ചകളും ഉണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ടെലിവിഷനെ കുറിച്ചായിരുന്നു. ഞാൻ ഓർക്കുന്നു 10ാം ക്ലാസ് വരെ ടെലിവിഷൻ വീട്ടിലില്ല. കാരണം ഉണ്ടെങ്കിൽ ഇവൻ പഠിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു റേഡിയോ കേടായാൽ നന്നായി, കാരണം അത്രയും കൂടെ ഇങ്ങനെ പഠിച്ചോളൂല്ലോ എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളായിരുന്നു നമുക്കന്ന് ടെലിവിഷനായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു. പക്ഷേ ഇവിടെയല്ല എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സംസ്കാരം ഇതിലേക്ക് ഒത്തിരി അങ്ങ് ആഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം സാധാരണ മാനുഷിക ബന്ധങ്ങൾക്ക്
മനുഷ്യന് സാധിക്കുന്നില്ല. ഒരു കപ്പാസിറ്റി ടു റിലേറ്റ് അത് വളരെ കുറഞ്ഞു വരുന്നു. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ പോലും നല്ല ബന്ധങ്ങൾ കുറയുന്നു എന്നുള്ളതല്ലേ. പിള്ളേർ പ്രേമിക്കുന്നു എന്നുള്ളതല്ലല്ലോ നമ്മുടെ പ്രശ്നം. നല്ല ആഴമായ ബന്ധങ്ങൾ ഇവർ തമ്മിൽ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ കുറയുന്നു. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ 6000 ഫ്രണ്ട്സ് ഉള്ളവന് ആക്ച്വൽ ലൈഫിൽ 6 കൂട്ടുകാരില്ല. അതവൻ്റെ ഒരു വലിയ ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്. അപ്പോൾ അവൻ നോക്കുമ്പോൾ രഹസ്യത്തിൽ ആരോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ അവന് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നൊരവസ്ഥയാണ് വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം. ആരോടും അവന് ഒരു ഉത്തരവാദിത്വവും വേണ്ട. അപ്പം നമ്മൾ കൂടുതൽ വ്യാകുലപ്പെടേണ്ട അതിനെക്കുറിച്ച്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് കുറയുന്നു. അതവൻ്റെ ജീവിതത്തെ പല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു വലിയ ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നടക്കണം, എല്ലാം ഭയങ്കര ചിട്ടയോട് കൂടി നടക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ കൊളാപ്സ്ഡ് ആവുന്നു. അത് കുട്ടികളിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുക. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ ലോകത്തെ. ബാക്കിയെല്ലാം അവൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കണം. ആ ഒരു രീതിയാണ് നമ്മൾ ഭയപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികളെ ഫിസിക്കൽ വേൾഡിലേക്ക് ആഴ്ന്നിറങ്ങാൻ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ അവർ വെർച്വൽ വേൾഡിലേക്ക് ഒതുങ്ങും. അതാണല്ലോ വെർച്വൽ വേൾഡാണല്ലോ ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ. അപ്പം വെർച്വൽ വേൾഡ് റിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ തന്നെയാണ്. അത് പിന്നെ റിയൽ വേഴ്സസ് വെർച്വൽ അല്ല ഇഷ്യൂ, ഫിസിക്കൽ വേഴ്സസ് വെർച്വൽ ആണ്. കാരണം വെർച്വൽ വേൾഡ് ഇറ്റ് സെൽഫ് ഈസ് റിയൽ. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു IIT-കാരൻ പയ്യനോട് ചോദിച്ചു, നീ എന്നെ എടുക്കുന്നു? അവൻ വീട്ടിൽ തന്നെ ഇരിക്കുക. പക്ഷേ അവൻ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുക. അവൻ്റെ ക്ലയൻറ്റ്സ് എവിടെയാണെന്ന് അവൻ അറിയത്തില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 25 പേരുണ്ട്. അവരുമായിട്ട് ബിസിനസ് നടത്തുക. അവന് ഓരോ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്നു, അവന് പൈസ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വേൾഡ് ഈസ് റിയൽ. പക്ഷേ ഫിസിക്കൽ വേൾഡിലുള്ള അപ്പോൾ അവൻ്റെ ഭാര്യ പരാതി പറയുന്നത്, അച്ഛാ ഞങ്ങൾക്ക് സോഷ്യൽ കോണ്ടാക്ട്സ് ഒന്നുമില്ല, ഭർത്താവ് ഇതിനകത്തിരിക്കുക. അപ്പോൾ പിന്നെ പുറത്തൊരു കൂട്ടുകാരില്ല, കമ്പനിയില്ല, ഒന്നുമില്ല, അവൾക്ക് ആപ്പാടെ ബോറടിയാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. റിലേഷൻഷിപ്സ് ആർ അറ്റ് സ്റ്റേക്ക്. അതാണ് നമ്മുടെ പ്രോബ്ലം. അങ്ങ് നമ്മളുടെ അഭിമുഖത്തിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്ന കാമ്പുള്ള കുടുംബങ്ങളെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. മാതാപിതാക്കളായിരിക്കുക എന്ന് പറയുന്നൊരു വലിയ വെല്ലുവിളി സ്വീകരിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. മാതാപിതാക്കളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ ദൈവങ്ങളാക്കരുത്. ഇപ്പം നമുക്ക് ഇപ്പോഴെ കാണുന്ന ഒരു ട്രെൻഡ്, കുട്ടികളാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. മാതാപിതാക്കൾ വിനീത വിധേയരായി അവരുടെ പിന്നാലെ നടക്കണം. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം, കുട്ടികൾക്കല്ല, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുടുംബത്തിന് വേണ്ടി ചില സാക്രിഫൈസസ് കുട്ടികൾ ചെയ്യണം. ചില കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കാരണം കുടുംബത്തിൽ അതിനുള്ള വഴിയില്ലിപ്പോൾ. അപ്പം നമ്മൾ അത് വിട്ടിട്ട് ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ പുറകെ പോകുന്നു, അവനെല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. അതിലൂടെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്യാനുള്ള അവൻ്റെ ഒരു കഴിവ് തന്നെ കുറയുകയാണ്. അവനിങ്ങനെ ഈ പഴയ കാലത്തെ വൈറ്റ് ലഗോൺ കോഴികളെ പോലെ വളർന്നു വരികയാണ്. എന്തേലും പരിചരണം കുറഞ്ഞ അടി അത്തുപോയി. ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുകയും കുടുംബത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ്, ബലിയുടെ ഒരു ജീവിതം നയിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കുടുംബങ്ങൾ, കരുത്തുള്ള കുടുംബങ്ങൾ നമുക്ക് കിട്ടും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് വൃദ്ധജനങ്ങളോടുള്ള സമീപനത്തിലുണ്ടായ ഒരു മാറ്റം. വൃദ്ധജനങ്ങളെ എന്നും ആദരവോടെ മാത്രം കണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം, പഴയ കല്യാണം വീടുകളെടുത്ത് നോക്കിയാൽ വെള്ളയും കരിമ്പടയിട്ട് അവരെ ഇരുത്തുന്ന ഒരു പതിവ് വരെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അവരോട് സംസാരിക്കാതായി, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ വേണ്ടാതായി, ഇങ്ങനെയുള്ള ചില പ്രവണതകൾ എല്ലായിടത്തും വളർന്നു വരുന്ന പോലെ നമ്മുടെ സഭയിലും വളർന്നു വരുന്നത് അങ്ങ് നോക്കി കാണുന്നുണ്ടായിരിക്കാം. ഈ സാഹചര്യത്തിൽ സഭയ്ക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിചരണ കേന്ദ്രങ്ങൾ തുറക്കുക എന്നുള്ളതിനേക്കാളും സഭ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വൃദ്ധജനങ്ങളെ സ്വന്തമായിട്ട് കരുതാനായിട്ടുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങൾ കൂടെ കൊടുക്കുക. പക്ഷെ അവിടെയും 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ന് കൂടുതലും വൃദ്ധജനങ്ങൾ ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു കാരണം, മക്കളാരും നാട്ടിലില്ല. അത് അവർക്ക് മാതാപിതാക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കില്ല.
അവരെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി കത്തോലിക്ക സമൂഹം ഒത്തിരിയേറെ സാമ്പത്തിക സമൃദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാവാം. നമ്മളവരെ കുറ്റപ്പെടുത്തുന്നില്ല. പല സാഹചര്യത്തിൽ അവരങ്ങനെ ആയിപ്പോയി. സാർവത്രിക വിദ്യാഭ്യാസം കിട്ടി അവരെല്ലാവരും പുറത്തു പോവുക. ഒരു നാട്ടിൽ നിൽക്കുക എന്നുള്ളതിനേക്കാൾ എല്ലാവരുടെയും സ്വപ്നം പുറത്തെവിടെയെങ്കിലും പോയി നല്ലൊരു ജോലി ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് മാതാപിതാക്കളുടെ ഒറ്റപ്പെടലും ഒക്കെ. അത് അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇനി പല മാതാപിതാക്കൾക്കും ആഗ്രഹം ഇവനിങ്ങനെ വീട്ടിൽ കുതിയിരിക്കുന്നതിനേക്കാളും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോ, നീ പോയി രക്ഷപ്പെടാൻ പോയി ജോലി ചെയ്യുക, കുടുംബം നോക്കുക എന്നുള്ളതാണ് പല മാതാപിതാക്കളുടെ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് കുറയുന്നു. അതിൻ്റെ കാരണം അവരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, പേരൻസിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അങ്ങനെയൊക്കെ വരുമ്പം മുതിർന്നവരോട് ബന്ധപ്പെടാനുള്ള ഒരു കഴിവ് തന്നെ കുട്ടികൾക്ക് കുറയുകയാണ്. കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഭർത്താവിനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അടർത്തി മാറ്റി അയൽവക്കത്തൊരു വാടക വീടെടുത്ത് മാറ്റി. അത് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരവും അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ഏറ്റവും വലിയ ദ്രോഹമാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കുന്നത് തന്നെ വീട്ടിൽ കുറ്റം പറയുന്ന ഒരു വല്യപ്പനുണ്ട്, ഈ വല്യപ്പനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് അവൻ പഠിക്കുക. അവൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവൻ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏത് തരം ആൾക്കാരെയും കൈകാര്യം ചെയ്യാൻ അവനൊരു കപ്പാസിറ്റി വരും. മാനേജ്മെന്റ് എളുപ്പമാവും. അത് അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ പിള്ളേരും അത്രയേ ഉള്ളൂ. കത്തോലിക്ക യുവജനങ്ങളെ അല്ലെങ്കിൽ കത്തോലിക്കരായ വ്യക്തികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് കത്തോലിക്കർ. എല്ലാ അർത്ഥത്തിലും നമ്മൾ നോക്കുമ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പിതാവിനെ പോലെ അൾത്താര ബാലന്മാർക്കാണ് അതിനുള്ള പരിശീലനം. സൺഡേ സ്കൂളിൽ നിരന്തരമായ പരിശീലനങ്ങൾ, യുവദീപ്തി പരിശീലനം, KCSL പരിശീലനം, മിഷൻ ലീഗ് പരിശീലനം, അതിനുശേഷം വന്നു കഴിയുമ്പോഴേക്കും കല്യാണം കഴിയ ദമ്പതികൾക്കുള്ള പരിശീലനം, വിധവയ്ക്കുള്ള പരിശീലനം, പിതൃവേദി, മാതൃവേദി, ഇല്ലാത്ത പരിശീലനം ഇല്ലാത്ത ഒരു മേഖലയിലും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പരിശീലന പ്രക്രിയയാണ് കത്തോലിക്ക സഭയുടെ പരിശീലന പ്രക്രിയ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 വർഷക്കാലം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 12 വർഷം പഠിച്ച ഒരു കുട്ടി ഈ 12ാമത്തെ വർഷം പഠിത്തം അവസാനിപ്പിക്കുമ്പോൾ സഭയോട് കൂടുതൽ അടുക്കുന്നതായിട്ടല്ല കാണുന്നത്. എല്ലാവരുടെയും ഞാൻ അങ്ങോട്ട് വിധി പറയുകയല്ല, പലരുടെയും എന്ന് ഞാൻ പറയുന്നുള്ളൂ, അടുക്കുന്നതായിട്ടല്ല കാണുന്നത്. അവർ സഭയിൽ നിന്ന് പതുക്കെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി അകലാനാണ് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ സൺഡേ സ്കൂൾ കാലഘട്ടത്തിൽ കൗതാശികമായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിർബന്ധ ബുദ്ധിയോടെ അധ്യാപകർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവർ പാലിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് കഴിയുമ്പോഴേക്കും വെൻ ദർ ഇസ് നോ കമ്പൽഷൻ ദർ ഇസ് എ ടെൻഡൻസി ദാറ്റ് ദേ ആർ ലീവിങ് ഔട്ട്. അതെന്താണ് അങ്ങനെ? നമ്മുടെ പരിശീലനം ഒരുപക്ഷെ നേരിട്ട് ഒരു ഫലം ഉളവാക്കുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അവരെ സ്വാധീനിക്കുന്നുണ്ട് വലിയൊരു. കാരണം ഇത്രയും മതവിദ്യാഭ്യാസം കൊടുത്തിട്ടും നമ്മുടെ സമൂഹത്തിൽ തീവ്രവാദം ഇല്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ കോൺസ്റ്റൻ്റായിട്ട് ഏറ്റവും ചെറുപ്രായം മുതൽ തന്നെ നമ്മൾ പിള്ളേരെ എല്ലാം പറഞ്ഞു, മക്കളെ ദൈവസ്നേഹമാണ്, സ്നേഹിക്കണം. ഇത് പഠിപ്പിച്ച് അവരെ നമ്മൾ ഓർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് തീവ്രവാദത്തിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ മടിക്കുന്ന ഒരു സമൂഹം. അതേസമയം മറ്റ് ചില സമൂഹങ്ങളിലെങ്കിലും മതപഠനം ഇങ്ങനെയുള്ള രീതികളിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പല രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടുറപ്പ്, ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും പുരോഗതിയും കിട്ടിയിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കെട്ടുറപ്പിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ഒരുപക്ഷെ ഈ പരിശീലനത്തോട് തന്നെയായിരിക്കാം. പിന്നെ സാറ് ചോദിച്ച ആ കൗതാശിക ജീവിതത്തോടുള്ള ഒരു ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഒരു തീഷ്ണതയില്ലായ്മ, അതെനിക്ക് തോന്നുന്നു പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കാണാം. അതിനേക്കാളേറെ എനിക്ക് തോന്നുന്നു ഈ നിർബന്ധം കൊണ്ട് നമുക്കൊരിക്കലും വിശ്വാസം പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകരോട് സംസാരിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യം, നമുക്കൊരിക്കലും സെക്കുലർ സ്കൂൾ നടത്തുന്നത് പോലെ സൺഡേ സ്കൂൾ നടത്താൻ പറ്റില്ല. നമ്മൾ സൺഡേ സ്കൂളിൽ നിന്ന് ഒരു പയ്യനെ ഇറക്കി വിട്ടാൽ കർത്താവ് വിശ്വസിച്ച് അവൻ്റെ കൂടെ പോയിരിക്കും, നമ്മുടെ കൂടെയല്ല. ക്ലാസ്സിൽ നിന്ന് കർത്താവ് ഇറങ്ങുക, അവൻ കുരുത്തക്കേട് കാണിച്ചിട്ട് ഇറക്കി വിട്ടത്, പക്ഷേ അവൻ്റെ കൂടെയാണ് കർത്താവ്. ഇറക്കി വിടുന്നവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർക്കശ്യത്തിൻ്റെ മാർഗങ്ങളിലൂടെ പഠിപ്പിക്കാനാവില്ല. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ സൺഡേ സ്കൂൾ സംവിധാനമൊക്കെ ഒത്തിരി വളർന്ന നമുക്കറിയാം. പക്ഷേ എനിക്കൊരു റിസർവേഷനുള്ളത് നമ്മൾ കാർക്കശ്യത്തോടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഫലം ചെയ്യില്ല. കാരണം ഇത് സ്നേഹത്തിൻ്റെയും ഒരു കുടുംബാനുഭവത്തിൻ്റെയും തണലിൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഞങ്ങൾ വൈദികരും
മെത്രാന്മാരും ഒക്കെ ഉത്തരവാദികളായിരിക്കാം. ഞാൻ ഈ അടുത്ത നാളൊരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, അച്ഛനെ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യത്തിലാണ്. അതായത് പണ്ട് ഞങ്ങളുടെ ഇടവകയിൽ വേദപാഠം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ താമസിച്ച് വരും. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു, ഞാനത് മറന്നുപോയി. ഒരു ദിവസം പള്ളി പറഞ്ഞു, അത്രേ, നിങ്ങളെ എല്ലാ സമയത്ത് വരുത്താൻ എനിക്കറിയാം. ആ താമസിച്ച് വരുന്നവരെല്ലാവരും നടുക്കോട്ട് നിന്ന് പിടിച്ച് നിർത്തി 2 പൊട്ടിരി തന്നാൽ മതി, എല്ലാവരും അടുത്ത ഞായറാഴ്ച കറക്റ്റ് ടൈമിൽ വരും. പക്ഷെ ഞാനത് ചെയ്യാത്തത് നിങ്ങളുടെ കൊച്ചു മനസ്സ് നൊമ്പരപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ്. അവനതിപ്പോഴും ഓർത്തിരിക്കുക, അവനിപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഈ കാരുണ്യത്തിൻ്റെ ഭാവങ്ങൾക്ക് മാത്രമേ വിശ്വാസം പഠിപ്പിക്കാൻ പറ്റൂ. ആ കാര്യത്തിൽ സഭ നമ്മളെല്ലാവരും ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അപ്പോൾ ഇച്ചിരി ഡിസോർഡർ ഉണ്ടാകും, എല്ലാവരും ഒന്നും പള്ളി വരത്തില്ല. പക്ഷേ വരാത്തവനും നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു ചിന്ത കൊടുക്കാനായിട്ട് സാധിക്കുക, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഈ ചിട്ടകൾക്ക് കാർക്കശ്യം പിടിക്കുമ്പോൾ ചോർന്നു പോകുന്നത് ഈ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം പിന്നീടൊരു തീഷ്ണത വരാത്തത്. ധനഹാലയ എന്ന പ്രസ്ഥാനത്തിലൂടെ ധാരാളം സമർപ്പിതർക്ക് അങ്ങ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സമർപ്പിതർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് അങ്ങയുടെ അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നു അർത്ഥം കണ്ടെത്താനുള്ള ഒരു വെല്ലുവിളിയാണ്, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക. നമ്മുടെ സമർപ്പിതരുടെ ജീവിതത്തിലൂടെ ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക സമൂഹം. പക്ഷേ ഈ സമൂഹം തന്നെ അത് വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ആൺകുട്ടികളെക്കാളും മിടുക്കരാന്ന് ഞാൻ പറയും. ഇപ്പോഴത്തെ പെൺപിള്ളേർ എന്നാ സ്മാർട്ടാണ് പഠിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ സ്ത്രീകൾ സ്കൂളിൽ പോകാത്ത ഒരു കാലഘട്ടം തേടി കേരളത്തിൽ ഒത്തിരി പുറകോട്ട് പോകണ്ട. 1 നൂറ്റാണ്ട് കഷ്ടിച്ച് അല്ലേ, അവർ പള്ളിക്കൂടം കാണുന്നതുകൊണ്ട് 1 നൂറ്റാണ്ടേ ആയുള്ളൂ. ആ കാലഘട്ടം തുടങ്ങി അവർക്ക് വേണ്ടിയിട്ട് വനിതാ സ്കൂളുകളൊക്കെ തുടങ്ങി എല്ലാ മതസ്ഥരെയും പിടിച്ച് വലിച്ചിരുത്തി ബെഞ്ചിലിരുത്തി പെൺപിള്ളേരെയൊക്കെ അതുങ്ങൾക്ക് ചട്ടയും മുണ്ടും എല്ലാം തയ്പ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ കന്യാസ്ത്രീകളാണ്. അത് പക്ഷേ നമ്മുടെ സമൂഹം എത്രമാത്രം അത് ഓർക്കുന്നുണ്ട് അല്ലേ? കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ നമ്മുടെ സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ സമർപ്പിതരുടെ ശുശ്രൂഷകൾക്ക് വില വയ്ക്കുന്ന ഒരു സമൂഹത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും സമർപ്പിത ജീവിതത്തിലേക്ക് കൂടുതൽ പേര് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ വിദ്യാഭ്യാസം എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും കൊടുക്കുന്നു, അതൊരു ശുശ്രൂഷ എല്ലാവരും കൊടുക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് പക്ഷേ സന്യാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും തോറും അതൊരു ക്രൈസിസ് ഓഫ് മീനിങ് ആണ്, അർത്ഥം കണ്ടെത്താനുള്ള ഒരു ക്രൈസിസാണ്. അതെനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും സമർപ്പിതർക്കുന്നുണ്ട്. ഒരു മെത്രാൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, പല സമ്പത്തുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് വൈദികരാണ്. കാരണം മെത്രാൻ നേരിട്ട് ബന്ധപ്പെടുന്ന എപ്പോഴും വൈദികരുമായിട്ടാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരുമായിട്ടുള്ള ബന്ധം കുറേ കൂടി ജീവനുള്ളതായി നിലനിർത്താൻ അങ്ങയുടെ മനസ്സിലെ പദ്ധതികൾ എന്തൊക്കെയാണ്? എനിക്ക് അച്ഛന്മാരോ എല്ലാവരെയും അറിയാം. ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധം എല്ലാവരുമായിട്ടും തന്നെയുണ്ട്. അതങ്ങ് തുടരുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി. നമ്മളെന്തെങ്കിലും കൃത്രിമമായിട്ടുണ്ടാക്കിയാൽ അവർക്ക് ആദ്യം അത് പിടികിട്ടും. അതുകൊണ്ട് ഇതുപോലെ തന്നെ കളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ അച്ഛന്മാർ ഒത്തിരിയേറെ എനിക്ക് തോന്നുന്നു എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് എന്നോട് ഒത്തിരി കരുണ തോന്നിയിട്ടുള്ളത് പോലെ തന്നെ എൻ്റെ വൈദിക സഹോദരങ്ങളോട് എനിക്ക് ഒത്തിരി കരുണയുണ്ട്. കാരണം എന്നെ കണ്ടിട്ടാണ് ഇതുങ്ങൾ ഈ ജീവിതം സമർപ്പിക്കുന്നത്. പ്രീസ്റ്റോമിലെ അച്ഛന്മാരുടെ ജീവിതം എത്ര വിരസമാണ്. അവിടെ എങ്ങും ഒരു തിരക്കുമില്ല. സത്യം പറഞ്ഞാൽ അച്ഛന്മാരോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ ഇതിദാനത്തേക്ക് പ്രത്യേക സ്പെഷ്യൽ ബസ് ഇടേണ്ടതാണ്. കാരണം അതുപോലത്തെ 40 വികാരിച്ചന്മാർ അവിടെ ജീവിക്കുന്നത്. പക്ഷെ വളരെ ഏകാന്തമായ പക്ഷെ അവിടെയും ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ ചെറുപ്പക്കാർ വീണ്ടും വീണ്ടും ജീവിതം സമർപ്പിക്കുക. അപ്പം അതൊരു വലിയ ഒരു സമർപ്പണത്തിൻ്റെ ഒരു അനുഭവമാണ്. അപ്പം അവരുടെ ഈ സ്ട്രഗിളുകളിലൊക്കെ അവരുടെ കൂടെ നടക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു വൈദികരുടെ ശാക്തീകരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ തന്നെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ അവരെ സഹായിക്കുക. ഈ ജീവിതത്തിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണല്ലോ, ഈ ജീവിതത്തിൻ്റെ സ്ട്രഗിളുകളിൽ അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ഒരു വലിയ വിഭാഗത്തിന് ചെയ്യണം. അങ്ങയുടെ പ്രവർത്തന മണ്ഡലം ഇപ്പോഴത്തെ അറിവനുസരിച്ച്
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖലകളായ തിരുവനന്തപുരം, അമ്പൂരി, കൊല്ലം, ആയൂർ ഫൊറോനകളായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ അധ്യാപന പ്രവർത്തനങ്ങൾക്കായിട്ട് അങ്ങ് എന്തെങ്കിലും ഒരു മാർഗരേഖ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? പ്രത്യേക മാർഗരേഖയൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നാമത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പൊതുവായ ഒരു ശുശ്രൂഷയിൽ സഹകരിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നടപ്പാക്കുക. അപ്പോൾ അഭിമന്യ പെരുന്തോട്ടം പിതാവിന് ആ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും താല്പര്യങ്ങളും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നടപ്പാക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് ചെയ്യാനുള്ളതെന്ന് എനിക്ക് സഹായമിത്രൻ എന്നുള്ള നിലയിൽ അതായിരിക്കും എൻ്റെ ശുശ്രൂഷ. അതുകൊണ്ട് പിതാവിന് ഇപ്പോൾ തന്നെ ഒരു വലിയ കരുതലുണ്ട് ആ പ്രദേശത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അവിടുത്തെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, പിന്നെ അരിങ്കാവും അമ്പൂരിയും എല്ലാം ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവിടെയും നമ്മുടെ ആൾക്കാർ പലരും ഇങ്ങി പോരുക, കാരണം അവിടെ അവർക്കും സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ, വീട് വെക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ്. പിന്നെ നഗരം തിരുവനന്തപുരം പട്ടണത്തിലാണെങ്കിൽ അവർക്ക് പള്ളികൾ പണിയാനായിട്ട് സ്ഥലമില്ല, സാധിക്കുന്നില്ല. പിന്നെ അവർ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആൻഡ് എലൈറ്റ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതിന് പറ്റിയ രീതിയിലുള്ള ശുശ്രൂഷകൾ അവർക്കായിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വിവിധങ്ങളായ നീഡ്സാണ്. ഓരോ ഫൊറോനായും അവിടെ ഓരോ സംസ്കാരമാണ്, തിരുവനന്തപുരവും അമ്പൂരിയും കൊല്ലവും. അപ്പോൾ അവിടെ ചെന്ന് അവരുടെ കൂടെയൊക്കെ ജീവിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. കുറച്ചും കൂടെ എന്താണ് നമ്മുടെ റോള് എന്ന് കൃത്യമായിട്ട് വിവേചിച്ചറിയണം. അതിനുശേഷം ഒരു പദ്ധതി കൂടി മുമ്പോട്ട് പോകാമെന്ന് കരുതുകയാണ്. ആരാധനാക്രമ കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഇവിടുത്തെ രൂപതാധ്യക്ഷന്മാരെല്ലാം തന്നെ അതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ആരാധനാക്രമത്തിൻ്റെ പ്രാദേശിക കാവലാളാണ് ഒരു മെത്രാൻ എന്ന് പറയുന്നത്. പ്രാദേശിക കാവലാളായിട്ടാണ് അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഈ ആരാധനാക്രമ ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി അങ്ങ് എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? ഈ ആരാധനാക്രമ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ഒരു സമൂഹമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജനങ്ങൾ. അത് നമ്മൾ കൂടുതലും തിരിച്ചറിയുന്നത് നമ്മൾ പ്രവാസി സമൂഹങ്ങളെ സന്ദർശിക്കുമ്പോഴാണ്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ അച്ഛന്മാർ തന്നെ പറയും, ചങ്ങനാശ്ശേരി എന്നുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവർക്കത് അറിയാം. അവർ വേദപാഠത്തിന് പഠിക്കുന്നു, എന്താണ് ഒരു വ്യക്തിസഭയെന്നും നമ്മുടെ തനിമ എന്താണെന്നും പ്രത്യേകത എന്താണെന്നും എല്ലാം നമ്മുടെ ജനത്തിന് ഒത്തിരി നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ഒരു പരിശീലനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ചോർന്നു പോകാതെ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ സഭ പൊതുവായിട്ട് തന്നെ ഇപ്പോൾ ഒരു ആരാധനാക്രമാധിഷ്ഠിത കാറ്റക്കേസസ് ഒക്കെ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുക, പുതിയ തലമുറയ്ക്കാണെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ ആരാധനാക്രമത്തിലുള്ള ഒരു താല്പര്യം അത് കേവലം ഒരു ആരാധനാക്രമ നിഷ്ഠയിലുള്ള താല്പര്യമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സഭയിലെ ആരാധനാക്രമ വിവാദങ്ങൾ പോലും സഭയുടെ ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള വിവാദങ്ങളായിരുന്നു. കുറച്ചും കൂടെ ബേസിക്കാണത്. ഐഡൻറ്റിറ്റി, സഭയുടെ ഒരു തനിമ എന്താണ്. എനിക്ക് തോന്നുന്നു അതിൽ യോജിക്കാനായിട്ട് നമ്മുടെ സഭയിലെ പല വിഭാഗങ്ങൾ, പല സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ള വൈദികർക്കോ ആൾക്കാർക്കോ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ നിലവിലുള്ളത്. അപ്പോൾ സഭയുടെ തനിമയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ അത് നമ്മുടെ ഈ ചെറിയ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഇപ്പോൾ പാഴ്സി സമൂഹം, അവരൊരു ചെറിയ സമൂഹമായിരുന്നു, അവരിപ്പോൾ ഇല്ല, അവരുടെ തനിമയെല്ലാം പോയി എന്ന് പറയുന്നത് പോലെ നമ്മുടെ തനിമയും പോകുന്നത് നമ്മുടെ സഭയുടെ വ്യതിരിക്തതകളെ ആദരിക്കാനും മാനിക്കാനും സഭാമക്കൾക്ക് കഴിയാതിരിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ സഭയുടെ വ്യത്യസ്തതകളെ പരിപോഷിപ്പിക്കുമ്പോഴാണ് ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ് കൂടുന്നത്. അത് വർഗീയതയല്ല, അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമാണ്, ഒരു എസ്റ്റീം അബൌട്ട് വൺസ് ഓൺ കമ്മ്യൂണിറ്റി. അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഈ വ്യതിരിക്തതകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് സുറിയാനി ആരാധനാക്രമവും അതിൻ്റെ പ്രത്യേകതകൾ. അല്ലാതെ അത് വേറിട്ട് നിൽക്കുന്ന ഇതാണ് ലക്ഷ്യമെന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ആരാധനാക്രമം. അതിൻ്റെ വ്യതിരിക്തതകൾ പരിപോഷിപ്പിക്കുന്നില്ലെങ്കിൽ സഭയുടെ തനിമ തന്നെയാണ് അപകടത്തിലാകുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തന മേഖല ചങ്ങനാശ്ശേരി അതിരൂപത വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. എണ്ണം പറഞ്ഞ 3 കലാലയങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ധാരാളം സ്കൂളുകളും നമുക്കുണ്ട്. SB കോളേജ്, അസംഷൻ കോളേജ്, മീഡിയ വില്ലേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ.
സഭയുടെ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? സഭയുടെ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പ്രകാശനമാണ് വിദ്യാഭ്യാസം. സഭയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുക, അത് വ്യത്യസ്തമായ രീതികളിൽ സുവിശേഷം എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും കുട്ടികൾ വരുന്നത്? കാരണം അവിടെ ഒരു വ്യത്യസ്തമായ ഒരു നിലപാടുണ്ട് സഭയ്ക്ക്. അത് സുവിശേഷാത്മകമായ ഒരു നിലപാടാണ്. അതിനുള്ള ഒരു വേദിയാണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു താല്പര്യം നമ്മുടെ സ്കൂളുകളിൽ കുറഞ്ഞുപോയി. അത് കേവലം കുറച്ച് അധ്യാപകർക്ക് ജോലി കിട്ടാനും കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനും മാത്രമുള്ള ഒരു വേദിയായിട്ട് മാറിയാൽ നമ്മുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ ചത്തുപോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ കൊടുക്കാത്ത വിദ്യാഭ്യാസത്തിന് അധികമൊന്നും മനുഷ്യനെ സഹായിക്കാനായിട്ട് പറ്റില്ല. ലോകത്തെല്ലായിടത്തും ഇപ്പം നമ്മൾ പറയുന്ന ഭാരതത്തിലെ നളന്ദ സർവകലാശാല, ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന നളന്ദ സർവകലാശാലയും ആത്മീയതയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അത് രൂപം കൊണ്ടത്. എന്തുകൊണ്ടാണ് ആത്മീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടാനായിട്ട് ഇപ്പോഴും പേരൻസ് തയ്യാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യം സാധിക്കുന്നത് ഈ ആത്മീയതയുടെ പശ്ചാത്തലത്തിലാണ്. ശാന്തിനികേതൻ എന്ന് പറയുന്ന വിശ്വഭാരതി സർവകലാശാല, അതിൻ്റെ തുടക്കം ശാന്തിനികേതൻ, അതിൻ്റെ പ്രാരംഭത്തിൽ രവീന്ദ്രനാഥ ടാഗോർ കുറിച്ച് വെച്ച നിയമാവലിയിലും ഈ ആത്മീയതയുടെ ഒരു റോളുണ്ട്. ബ്രഹ്മചര്യത്തിൻ്റെ പോലും ആവശ്യകത വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം. ഇനിയും ലോകത്തെ എല്ലായിടത്തും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അറിയപ്പെടുന്ന ചരിത്രം, അതെന്നാണ് കൃത്യം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ അറിയപ്പെടുന്ന ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ കർമ്മലീത്ത, ബെനഡിക്റ്റൈൻ, സന്യാസികൾ തുടങ്ങിയ കോളേജുകൾ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ ആത്മീയതയുടെ ഒരു അടിത്തറയിലാണ് പ്രസിദ്ധമായ സർവകലാശാലകളെല്ലാം രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളും നമ്മുടെ കോളേജുകളും ആത്മീയതയുടെ അടിത്തറയിൽ തന്നെ നിലനിൽക്കണം. എന്നത് കേവലം ഒരു ജോലി സ്ഥലമായിട്ട് മാറുന്നു, കേവലം ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് മാറുന്നു, അവിടെ സഭയുടെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസ പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ സഭ വളരെയധികം ശ്രദ്ധിക്കുന്ന മറ്റൊരു മേഖലയാണ് ആതുര ശുശ്രൂഷ രംഗം. അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ പോസിറ്റീവായും നെഗറ്റീവായും ഒക്കെ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ആതുര ശുശ്രൂഷ രംഗം ഒരർത്ഥത്തിൽ നിന്ന് ധാരാളമായി വളരെയധികമായി കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആതുര ശുശ്രൂഷ രംഗത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു നോക്കിക്കാണൽ എങ്ങനെയാണ്? ആതുര ശുശ്രൂഷ രംഗത്ത് ഈശോയുടെ കരുണ പരമാവധി പ്രകാശിപ്പിക്കാനായിട്ട് എന്നും ശ്രമിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഗവൺമെൻറ് പോലും എത്തി നോക്കാത്ത കുഗ്രാമങ്ങളിൽ നമ്മുടെ മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ കാവലാളുകളായിട്ട് മാറിയ നമ്മുടെ കന്യാസ്ത്രീകളോ അച്ഛന്മാരോ അവർ തുടങ്ങിയ ഡിസ്പെൻസറികളും ഒക്കെയാണ്. ഞാൻ ഈ അടുത്ത നാളിൽ കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിൽ പോയി. അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കൊച്ചു ആശുപത്രിയാണ്. എന്നോട് അവർ പറഞ്ഞു, ഇത് ഞങ്ങളിപ്പോൾ ആശുപത്രി പൂട്ടാൻ പോവാം, കാരണം എന്താ ഇവിടെ ആരും വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മനുഷ്യർക്ക് രോഗങ്ങളില്ലേ? ഉണ്ട്, പക്ഷേ അവരെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോവാം. നമ്മളിപ്പോഴും ഒരു കമ്പോളവൽക്കരണത്തിനും പോകാതെ സിമ്പിളായിട്ടുള്ള ആരോഗ്യ ശുശ്രൂഷയ്ക്ക് സഭ ഇപ്പോഴും തയ്യാറാണ്. നമുക്ക് സംവിധാനങ്ങളും ഉണ്ട്, നമ്മൾ തയ്യാറാണ്, പക്ഷെ ജനത്തിന് വേണ്ട. ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ വീട് ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ടടുത്താണ്. എൻ്റെ ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും പറ്റി ഒരു വയലറ്റ് സിറപ്പ് കിട്ടുമായിരുന്നു. അത് കഴിച്ചാൽ ഒരുമാതിരിപ്പെട്ട അസുഖമെല്ലാം പോവുകയും ചെയ്യും. നടുവേദനയ്ക്ക് എന്നാലും എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇത് കുറച്ച് തരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നല്ല മധുരമൊക്കെയാണ്, നല്ല കട്ടി വയലറ്റ് സിറപ്പ്. ഇന്ന് ആ സിറപ്പും കൊണ്ടിരുന്നാണെന്ന് തോന്നുന്നു രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പോളവൽക്കരണത്തിൽ നിർബന്ധിതരാകുകയാണ്. നമ്മൾ ഡോക്ടർമാർക്ക് വലിയ സാലറി കൊടുക്കാതെ നമുക്കൊരു ഡോക്ടറെ കിട്ടുന്നില്ല. നേഴ്സുമാർക്ക് 10,000 രൂപയും ഡോക്ടർക്ക് 2 ലക്ഷം രൂപയും കിട്ടുന്ന വളരെ അസമത്വമുള്ള ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല, അത് ഈ പൊതുസമൂഹത്തിന് തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പോളവൽക്കരണത്തിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല. പക്ഷെ നമ്മൾ നിർബന്ധിതമാവുകയാണ്. നമ്മുടെ ജനത്തിന് തന്നെ അത് വേണ്ട, ഒരു സാധാരണ ശുശ്രൂഷകളൊന്നും അവർക്ക് വേണ്ട എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആശുപത്രികൾ ക്രൈസ്തവമായ കത്തോലിക്ക സഭയുടെ നിലപാടുകൾക്കനുസരിച്ചതുമായിട്ട് വേണം.
ഈശോയുടെ രോഗശാന്തികളെല്ലാം അവിടുത്തെ കരുണയുടെ പ്രകാശനമാണ്. അവിടുന്ന് ഒരിക്കലും ഒരു രോഗശാന്തി പ്രവർത്തകനാകാൻ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ കർത്താവിൻ്റെ അനുകമ്പയുടെ ഒരു പ്രകാശനമായിരുന്നു ഈ സൗഖ്യങ്ങളെല്ലാം. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ തമ്പുരാൻ്റെ കരുണയുടെ ഒരു അനുഭവമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾ മാറേണ്ടതാണ്. കുടുംബത്തെക്കുറിച്ചുള്ള ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലിവിങ് ടുഗദർ, സ്വവർഗ വിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് നടക്കുന്നു. അതിൻ്റെ പ്രവണതകൾ വളരെ ശക്തമായി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുവാൻ സഭയുടെ കയ്യിലുള്ള ആയുധം എന്താണ്? കുടുംബത്തിന് എന്നും സംരക്ഷിച്ചിട്ടുള്ളത് സഭയാണ്. നമ്മൾ കുടുംബ മൂല്യങ്ങളെയെല്ലാം എന്നും സംരക്ഷിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും സഭയാണ്. പിന്നെ ഈ ലിവിങ് ടുഗദറും ഗേ മാരേജും എല്ലാം വളരെ ചെറിയ ഒരു സമൂഹത്തെ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ അത് എത്രമാത്രം വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം ഒരുപക്ഷെ കുറച്ചും കൂടി ആത്മീയമായ ഒരു സമൂഹമായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും കല്യാണമൊക്കെ കഴിക്കണം, അവർക്ക് നല്ല ഒരു കുടുംബജീവിതം വേണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അത് സാധിക്കാതെ വരുമ്പോൾ അവർ ഒത്തിരി വേദനയോട് കൂടിയാണ് ഈ ഡൈവോഴ്സുകളിലേക്കും ഒക്കെ പോകുന്നത്. അപ്പം നമുക്ക് സഭയ്ക്ക് ചെയ്യാനുള്ളത് കുടുംബ മൂല്യങ്ങളെ നിരന്തരമായിട്ട് പരിപോഷിപ്പിക്കുക. അത് എത്ര പഴഞ്ചനാണെന്ന് പറഞ്ഞാലും നിരന്തരമായിട്ട് ഇത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശക്തി പകർന്ന ഒരു പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്. ശക്തി പകർന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും വിമർശന ബുദ്ധിയോടെ ആ പ്രസ്ഥാനത്തെപ്പറ്റി പറയുന്നത് അവിടെ ഒരു വൈകാരിക തലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ്. അങ്ങയുടെ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വൈകാരിക തലത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു ഭക്തി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഭക്തിയുടെ ഒരു വലിയ ഘടകം മനുഷ്യൻ്റെ വികാരങ്ങളാണല്ലോ. പക്ഷേ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നത്, അതിലേക്ക് ചിലരെങ്കിലും പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മനുഷ്യനെ ഭയപ്പെടുത്തുക, ഓരോ കാര്യം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുക, ശാപിക്കുക, അല്ലെങ്കിൽ തലമുറകളുടെ പാപം ഉണ്ടെന്ന് പറയുക, ഇതൊന്നും സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. കർത്താവ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൂ. നമ്മൾ പറയുന്നത് ഭയപ്പെട്ടോളൂ, കാരണം നിങ്ങളുടെ 3-ാം തലമുറയിലെ അമ്മാമ്മ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അവരുടെ ആത്മാവ് കറങ്ങി നടക്കുന്നു. ഇതൊന്നും സുവിശേഷത്തിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ പ്രബോധനങ്ങൾ മാറ്റിയിട്ട്, ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന രീതികൾ മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ, കരുണയുടെ അനുഭവത്തിലേക്ക് വരണം. എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തെക്കുറിച്ച് മനുഷ്യനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ഏറ്റവും മനോഹരമായ ഗാനങ്ങളും എല്ലാം ആ പ്രസ്ഥാനത്തിൻ്റെ തലത്തിലൂടെ വന്നതാണല്ലോ. ഇനിയും കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളുടെ ഒരു വലിയ പങ്കും ഈ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് മാറി ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭയപ്പെടുത്തി മനുഷ്യനെ അടിമയാക്കുന്ന രീതികൾ ചില വ്യക്തികളിൽ നിന്നോ ഒക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കണം, നമ്മളതിനെ കരുതലോടുകൂടി കാണേണ്ടതാണ്. ഇപ്പോൾ സഭയ്ക്കുണ്ടായിരിക്കുന്ന മറ്റൊരു ഭീഷണിയാണ് ന്യൂ ജനറേഷൻ ചർച്ചസ്. ചില സെക്റ്റുകൾ, ഫെലോഷിപ്പുകൾ, പ്രാർത്ഥന കൂട്ടായ്മകൾ, അത് പ്രൊഫഷണൽസ് കൂട്ടായ്മ തുടങ്ങി പള്ളി പോകേണ്ട കാര്യമില്ല. ഈ ഒരേ പ്രൊഫഷണൽ ആൾക്കാർ ഒരുമിച്ച് വരിക, ഒരു ഫ്ലാറ്റിൽ കൂടുക, ആരാധിക്കുക, ചില പ്രസ്ഥാനങ്ങളുടെ പേരിൽ ഒരുമിച്ച് വരിക, ആരാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം ഭീഷണികളെ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകളെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഇടവക സമൂഹങ്ങളെയൊക്കെ എടുത്ത് നോക്കി ഒരു ചെറിയ പെർസെൻറ്റേജിനെ തീർച്ചയായിട്ടും ഈ സെക്റ്റുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാലും നമ്മുടെ ഭൂരിഭാഗവും ഇപ്പോഴും സഭയുടെ ആ ഒരു പൊതുവായ ആരാധനയിൽ പങ്കുപറ്റി അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. പിന്നെ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമായ സഹോദരങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളുടെയും ഒക്കെ കൂടെ ആയിരിക്കാം. എൻ്റെ ഒരു ബോധ്യം, യഥാർത്ഥമായ ആത്മീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കും. അതിനെ ഈ വ്യക്തിപരമായ നന്മകളുടെ പശ്ചാത്തലത്തിൽ ആത്മീയതയെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കൊക്കെ പ്രസക്തി ഉണ്ടാകുന്നത്. സമർപ്പണവും ബലിയുമാണ് ജീവിതമെന്നുള്ള ഒരു അടിസ്ഥാനപരമായ ബോധ്യം ഉണ്ടാകുമ്പം കർത്താവിൻ്റെ ബലിയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് ബലിയാകാനായിട്ടാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. ഇത് പ്രാർത്ഥിച്ചാൽ, ഈ പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലിയാൽ
എൻ്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് ഈ സ്വന്തമായ അല്ലെങ്കിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് സാങ്കത്യം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ന്യൂ ജനറേഷൻ സെക്റ്റുകൾക്കൊക്കെ വൈകാരികതയുടെ എലമെൻ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന സാമ്പത്തിക സമൃദ്ധിയുടെ ഒരു സുവിശേഷമൊക്കെ അവരെ ചിലപ്പോൾ ആകർഷിക്കുന്നുണ്ടാവും. പക്ഷേ സമഗ്രമായ ഒരു ആത്മീയത കർത്താവിൻ്റെ വിലയിൽ തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. വൈദികരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം, പ്രത്യേകിച്ച് അൽമായരെക്കുറിച്ചുള്ളൊരു ആരോപണം, അവരുടെ ആഡംബര ഭ്രമം. വലിയ വീട് കെട്ടുക, വലിയ കാറുകൾ വാങ്ങുക. അത് അവന് കഴിവില്ലെങ്കിൽ പോലും ലോൺ എടുത്ത്, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, മലയാളി എന്നല്ല നമ്മളെ വിശേഷിപ്പിക്കുന്നത്, ചിലവാളി എന്നാണ്. എന്തും ചിലവ് ചെയ്യും, എങ്ങനെയും ചിലവ് ചെയ്യുന്ന ഒരു ജീവിതശൈലി മലയാളി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ആഡംബര ഭ്രമം, ഇതിനെതിരായിട്ടുള്ള അങ്ങയുടെ ഒരു താക്കീത് എന്താണ്? ഇതെവിടെ കൊണ്ടെത്തിക്കും നമ്മളെ? ഈ സ്വയം തെളിയിക്കാനുള്ള ഒരുവൻ്റെ താല്പര്യമാണ് ആഡംബരഭ്രമത്തിൽ വരുന്നത്. അവൻ തെളിയിക്കുക, ഞാൻ എന്തോ ആണെന്ന്. ഞാൻ പറയും, നല്ല ആത്മബോധമുള്ളവനും നല്ല അഭിമാനബോധമുള്ളവനും ആരോടും തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് ഉള്ളതുമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാം. എനിക്ക് നിന്നെ തെളിയിക്കണ്ട, തീർന്നു അവിടെ പ്രശ്നം. അപ്പോൾ ഈ ആഡംബരഭ്രമം എല്ലായിടത്തും തന്നെയുണ്ട്. ഞങ്ങൾ വൈദികരിലും മെത്രാന്മാരിലും എല്ലാം ആഡംബരഭ്രമം ആരോപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ലാളിത്യത്തിൻ്റെയും അതുപോലെ നന്മയുടേതുമായ വഴികളെ തേടുമ്പോഴത്തേക്കും നമുക്ക് ആരോടും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് തരുന്ന നന്മകളൊക്കെ സ്വീകരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ഈ സംതൃപ്തിയുടെ ഒരു ജീവിതത്തിൻ്റെ കുറവിൽ നിന്നും കൂടിയാണ് ഈ ആഡംബരമൊക്കെ വരുന്നത്. സംതൃപ്തനല്ല മനുഷ്യൻ. നമ്മൾ മലയാളികളെല്ലാം വട്ടം കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ സംതൃപ്തി ഉണ്ടോ? അത് വളരെ കുറഞ്ഞു പോവുക. ബാക്കിയെല്ലാം ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംതൃപ്തിയുടെ അനുഭവം കൂടുന്തോറും ലാളിത്യത്തിൻ്റെയും ഹൃദ്യതയുടെയും ഒക്കെ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. സീറോ മലബാർ സഭ പരിശോധിക്കുമ്പോഴും കേരള സഭ പരിശോധിക്കുമ്പോഴും ഒരുപക്ഷെ ഇവയിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാനായിരിക്കും അങ്ങ് എന്നാണ് തോന്നുന്നത്. ഒരു മെത്രാനെ പറ്റിയുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? മെത്രാൻ എങ്ങനെയായിരിക്കണം? സീറോ മലബാർ സഭയിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു മെത്രാനെങ്കിലും ഉണ്ട് എൻ്റെ അറിവിൽ. അദിലാബാദ് ബിഷപ്പ് പ്രിൻസ് പിതാവുണ്ട്, 39 വയസ്സ് വേണ്ടേയുള്ളൂ. പിന്നെ തിരുവനന്തപുരത്തെ പുതിയ ഓക്സിലറി ബിഷപ്പും എന്നേക്കാൾ ഇളയതാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. എന്നാലും താരതമ്യേന ചെറുപ്പമാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 45 വയസ്സ് ചെറുപ്പമാണെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പ്രതിഷേധിക്കുമെന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇനി മെത്രാൻ സ്ഥാനത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്, മെത്രാൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാവണം, പാലങ്ങൾ പണിയുന്നവനാവണം. അത് തന്നെയാണ്. പിന്നെ സമൂഹം എപ്പോഴും നേതൃത്വം തേടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസ്തമായിട്ട് കർത്താവിൻ്റെ ആ നേതൃത്വം അത് ഇപ്പോഴത്തെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാവണം. അപ്പം അതുകൊണ്ട് കൂടുതൽ സ്നേഹിക്കണം, കൂടുതൽ കരുണ കാണിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നാൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു ചിന്ത. വൈവിധ്യമാർന്ന പ്രവർത്തന മേഖലകളുള്ള ഒരു രൂപതയാണ്, പ്രവർത്തന പരിപാടികളുള്ള ഒരു രൂപതയാണ് ചങ്ങനാശ്ശേരി രൂപത. അങ്ങ് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതേതാണ്? ഒരു പക്ഷേ രൂപതയുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം എടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ ഏർപ്പെട്ടിരുന്ന ശുശ്രൂഷ കൗൺസിലിങ്ങും ഒക്കെയാണ്. അത് മനുഷ്യനോടുള്ള അഗാധമായ അനുകമ്പയിലും കരുണയിലും ഒക്കെ മാത്രം സാധ്യമാകുന്നൊരു ശുശ്രൂഷയാണ്. പല മേഖലകളിൽ മനുഷ്യന് ഈ കാരുണ്യം തേടുന്നതായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാലത്തിലെ യോജിച്ച ശുശ്രൂഷകളിൽ കൂടുതലായിട്ട് ഏർപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട്. പിതാവ് അങ്ങയുടെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്നത് നിനക്ക് എൻ്റെ കൃപ മതി എന്ന ഒരു വാക്യമാണ്, ബൈബിൾ വാക്യമാണ്. എന്താണ് അത്തരം ഒരു വാക്യം സ്വീകരിക്കാനുണ്ടായ പ്രചോദനം? ബലഹീനതകളിലാണ് കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ട് ഞാനൊരു മെത്രാനായെന്ന് ചിന്തിക്കുമ്പോൾ യോഗ്യതകളൊന്നും പറയാനായിട്ടില്ല. അങ്ങനെ ഒരു എക്സെപ്ഷണൽ യോഗ്യതകളല്ല എന്നെ മെത്രാനാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഒരു വലിയ സുരക്ഷിതത്വം, കാരണം നീ ആശ്രയിച്ചാൽ മാത്രം മതി. വേറെ വലിയ വലിയ പദ്ധതികളും പ്ലാനുകളും വലിയ മിടുക്കും വലിയ രീതികളും ഒന്നും വേണ്ട. നിൻ്റെ ഇതെല്ലാം എൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി നീ സഹകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നമ്മളാരും പെർഫെക്റ്റ് ആൾക്കാരല്ലല്ലോ. ഞാൻ പെർഫെക്റ്റ് അല്ല, എൻ്റെ കുടുംബം പെർഫെക്റ്റ് അല്ല, എൻ്റെ ചരിത്രവും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഈ അപൂർണതകളും അപക്വതകളും ഒക്കെയുള്ള എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ അതിലൂടെ കർത്താവ് തന്നെ പ്രവർത്തിക്കുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഒരു സ്ഥാനലബ്ധിയിൽ
ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികൾ വലിയ സന്തോഷത്തിലാണ്. ഒരു ചെറിയ സന്തോഷമൊന്നുമല്ല. ഒരു സാധാരണഗതിയിൽ ഒരു രൂപതയിൽ ഒരു സഹായമെത്രാൻ വരുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാധാരണ വിശ്വാസി അത്രമാത്രം സ്പർശിക്കുന്നൊരു കാര്യമൊന്നുമില്ല. അതൊരു അധികാരികളുടെ തലത്തിലൊക്കെ നിൽക്കുന്നു, കുറേ വൈദികരുടെ തലത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതങ്ങനെയല്ല. ഇവിടുത്തെ ഓരോ വിശ്വാസിയും ഇതിനോടകം തന്നെ അങ്ങേ നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നുള്ളത് അങ്ങ് പറയുന്ന കാര്യമല്ല. ഞങ്ങൾ പുറത്ത് പൊതുജീവിതത്തിൽ തുറന്ന കണ്ണുകളോടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു സാക്ഷ്യമാണത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ധാരാളം പ്രതീക്ഷയുണ്ട്, ധാരാളം സന്തോഷമുണ്ട്. അതിലുപരി അങ്ങേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എല്ലാ ഭവനങ്ങളിലും ഉയർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ഥാനാരോഹണത്തിന് മുൻപ് തന്നെ ജനങ്ങളുടെ മനസ്സിലൊരു വലിയ പ്രതീക്ഷയുടെ ഗോപുരമായി അങ്ങിങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത് അങ്ങേക്കും അഭിമാനം തരേണ്ട ഒരു കാര്യമാണ്. അത് അഭിമാനമായാണോ അങ്ങ് സ്വീകരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അങ്ങേക്കും അഭിമാനം തരാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു തലത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ അങ്ങേക്ക് ചങ്ങനാശ്ശേരിയിലെ വിശ്വാസ സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ചങ്ങനാശ്ശേരിയിലെ വിശ്വാസ സമൂഹം ആഴമേറിയ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. ലവീഞ്ഞു പിതാവ് ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കാൻ തന്നെ കാരണം ഇവിടെ അന്നത്തെ കാലത്ത് 10,000-ഓളം കത്തോലിക്ക കുടുംബങ്ങൾ ഈ ചങ്ങനാശ്ശേരി ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു വലിയ ആഴപ്പെട്ട ചരിത്രമുള്ള ഒരു വിശ്വാസ സമൂഹമാണ് ചങ്ങനാശ്ശേരിയിലുള്ളത്. ഞാൻ മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് എന്നെ ഒത്തിരിയേറെ എളിമപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയ പുരാതനമായൊരു സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു. അതിൽ സമൂഹത്തോട് മുഴുവനായിട്ട് ഞാൻ പ്രാർത്ഥന യാചിക്കുകയാണ്. പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ പ്രഘോഷണത്തിൻ്റെ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ആകാം. സുരക്ഷിതത്വം തേടി മാളങ്ങളിലേക്ക് ഒളിക്കുന്ന ഒരു സഭ ഒരിക്കലും വളരില്ല. പ്രേക്ഷിതയായി സമൂഹത്തിൻ്റെ അതിരുകളിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്ന ഒരു സമൂഹത്തിന് മാത്രമേ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ തരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം, പ്രാർത്ഥിക്കാം, ജീവിതം മുഴുവനായിട്ട് കർത്താവിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ചങ്ങനാശ്ശേരി നിയുക്ത മെത്രാൻ തറയിൽ പിതാവുമായിട്ടുള്ള ദീർഘമായ അഭിമുഖം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ അഭിമുഖത്തിൽ ഏറ്റവും അധികം തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് കരുണയെക്കുറിച്ചാണ്. കരുണ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. കരുണ ജീവിതശൈലിയാക്കി മാറ്റേണ്ടതിനെക്കുറിച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ലഭിച്ചിരിക്കുന്നത്, കേരള സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കരുണയുടെ ഒരു മെത്രാനെയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.